നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത് RSSന്റെ ഫാസിസ്റ്റിക് അജണ്ടയാണ്. സംശയമൊന്നുമില്ലല്ലോ. അതുള്ള രഹസ്യരേഖയൊന്നും പരസ്യരേഖയോ എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖയ്ക്കകത്ത് പറയുന്നത് മോദി ഗവൺമെന്റ് ഫാസിസ്റ്റോ നോ ഫാസിസ്റ്റോ ആയ സർക്കാരാണ് എന്ന് നാം പറയുന്നില്ല. 23-ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ ഉന്നയിച്ച വിമർശനം പോലും മയപ്പെടുത്തി 24-ാം പാർട്ടി കോൺഗ്രസിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചേതോ വികാരം എന്താണ്? എവിടെയൊക്കെയാണോ ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ താഴ്ത്തപ്പെടുന്നത് അവിടെയൊക്കെ ജനാധിപത്യത്തിന്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാവുന്നതിന് വേണ്ടി കഴിയാവുന്ന വിശാലമായ സഖ്യമുണ്ടാക്കി അതിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യസ്ഥമാണ്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാസിസത്തെ നേരിടുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തേണ്ട സമരങ്ങളെ കുറിച്ച് വളരെ കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു സഖാവായിരുന്നു എന്ന് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രകാശ് കാരാട്ടിന്റെ നേതൃത്വത്തിൽ CPM-നകത്തുള്ള ഒരു വിഭാഗം ആ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെ ശക്തമായി എതിർക്കുകയും അത് ആ നിലയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നതിൽ കാര്യമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. സീതാറാം യെച്ചൂരി പറയുന്നത് ഫാസിസത്തെ അതിന്റെ ആരംഭകാലത്ത് തന്നെ എതിർക്കാതെ ന്യായവാദങ്ങൾ നിരത്തുന്നവർ അതിന്റെ പ്രോത്സാഹകരാണ്. ഫലത്തിൽ അത് പാർട്ടിയെ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് സമമാണ്. പാർട്ടി നേതൃത്വത്തിന് ഒരിക്കലും അത്തരം ഒരു പിരിച്ചുവിടൽ നയം സ്വീകരിക്കാനാവില്ല. കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തെ എല്ലാ കാലത്തും എതിർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു സഖാവാണ് പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത്. ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പ്രക്ഷോഭം വളർത്തിയെടുക്കുക എന്ന് കഴിയുന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇടതുപക്ഷത്തിന് വിചാരിച്ചാൽ കഴിയുന്ന ഒരു കാര്യമാണോ? മോദി സർക്കാരിനെ താഴത്തിറക്കാവുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ത്യ രാജ്യത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിപുലമായ സ്വാധീനമുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. ഞാൻ ഈ പാർട്ടി കോൺഗ്രസിന് വേണ്ടി അവതരിപ്പിക്കുന്ന കരട് പ്രമേയം സൂക്ഷ്മമായി വായിച്ചു നോക്കി. അതിനകത്ത് മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ എത്രമാത്രം ഫാസിസ്റ്റാണ്, എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്, എത്രമാത്രം കോർപ്പറേറ്റ് അനുകൂല നയങ്ങളാണ് എന്നൊക്കെ വളരെ കൃത്യമായി ആ രേഖയ്ക്കകത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിയാത്തതിന്റെ പ്രശ്നം CPM-നില്ല. അതുപോലെ കോൺഗ്രസിന്റെയും BJP-യുടെയും ഒരേ സാമ്പത്തിക നയമാണെന്നാണ് പറയുന്നത്. ശരി, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ പിന്നെ ആരുമായി ചേർന്നാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഫാസിസ്റ്റ് സഖ്യത്തെ താഴെ ഇറക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ സാധിക്കുമോ? ഇന്ത്യയിൽ ഇടതുപക്ഷം മാത്രം വിചാരിച്ചാൽ ഈ ഒരു പ്രവൃത്തി നിർവഹിക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് തലയ്ക്കകത്ത് ആൾപ്പാർപ്പുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. CPM പറയാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാം, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ച് സഖ്യം ഉണ്ടാക്കാം. ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നവരുടെ സാമ്പത്തിക നയം എന്താണ്? കോൺഗ്രസിന്റെ സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമ്പത്തിക നയം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെ കാണിച്ചു തരുമോ? മാർക്സിസത്തിന്റെ പ്രാമാണിക വാക്യം അല്ലെങ്കിൽ മാർക്സിസത്തിന്റെ ഹൃദയം കൂടി കൊള്ളുന്ന വാക്യം എന്നറിയപ്പെടുന്ന ഒന്നുണ്ട്. അത് ഇങ്ങനെയാണ്: ചിന്തകന്മാർക്ക് ലോകത്തെ വ്യാഖ്യാനിക്കുകയാണ് വേണ്ടത്, പക്ഷെ നമുക്ക് ലോകത്തെ മാറ്റി തീർക്കുകയാണ്. ഞാനത് ഓർത്തത് ഈ പാർട്ടി കേരളത്തിലെ CPM-ന്റെ പാർട്ടി കോൺഗ്രസുമായി ബന്ധപ്പെട്ട് ഇന്ന് നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകൾ പരിശോധിച്ചാൽ ഇത് വളരെ പ്രധാനമാണെന്ന് തോന്നുന്നു. നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ത്യയിലുള്ളത് ഫാസിസമാണോ, ക്ലാസിക്കൽ ഫാസിസമാണോ, നവഫാസിസമാണോ, ഇങ്ങനെയൊക്കെയാണ്. ഇതൊക്കെ തീർച്ചയായും ചർച്ച ചെയ്യേണ്ടത് തന്നെയാണ്. ചർച്ച ചെയ്യേണ്ടെന്നുള്ള അഭിപ്രായമൊന്നും എനിക്കില്ല. പക്ഷേ ഇത് ചർച്ച ചെയ്യുമ്പോൾ അതിൻ്റെ ഇപ്പോഴത്തെ റെലവൻസ് എന്താണ്, എന്തിനാണ് നമ്മളത് ചർച്ച ചെയ്തത്? ഇവിടെ നമ്മുടെ മുമ്പിൽ ഒരു പ്രശ്നമുണ്ട്. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ കഴിഞ്ഞ 10 വർഷത്തിലധികമായി നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ മോഡി ഗവൺമെൻറ് തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് നമ്മുടെ മുമ്പിലുള്ള ഒരു യാഥാർത്ഥ്യമാണ്. മോഡിയെക്കുറിച്ച് നമ്മൾ മറ്റു കൂടുതൽ അന്വേഷിച്ച് പോകേണ്ട കാര്യമൊന്നുമില്ല. ഇനി ഫാസിസത്തിൻ്റെ സ്വഭാവത്തെ നമ്മൾ നിരീക്ഷിക്കുകയാണെങ്കിൽ അതും നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം. ഒരു സാമ്പത്തിക പ്രതിസന്ധിയെ തുടർന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. ഇങ്ങനെ ഒരു സമയത്ത് നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു സമയത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് പ്രശ്നം. ഇവിടെ നമുക്ക് തർക്കിച്ചിട്ട് ഇത് നവഫാസിസം ആണോ എന്നൊന്നും നോക്കേണ്ട കാര്യം തൽക്കാലമില്ല. മലയാളത്തിൽ സാധാരണ പറയാറുള്ള ചിലവുണ്ട്, ഒരു അമ്പലം വിഴുങ്ങാൻ വേണ്ടി ഒരു ദേവത വന്നുകൊണ്ടിരിക്കുകയാണ്. അമ്പലം വിഴുങ്ങാൻ ഒരു ദേവത വന്നുകൊണ്ടിരിക്കുമ്പോൾ വടക്കേ നട ആരാണ് അടയ്ക്കേണ്ടത്, തെക്കേ നട ആരാണ് അടയ്ക്കേണ്ടത് എന്ന തർക്കത്തിന് യാതൊരു പ്രസക്തിയുമില്ല. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ വടക്കേ നട അടച്ചാലും തെക്കേ നട അടച്ചാലും ഒക്കെ അമ്പലം വിഴുങ്ങിപ്പോകും. അതുകൊണ്ട് ഈ ദേവതയിൽ നിന്ന് അമ്പലത്തെ രക്ഷിച്ചെടുക്കുന്നതിന് നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ എന്ന്, അതിന് എല്ലാവരെയും യോജിപ്പിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമോ എന്ന് അന്വേഷിക്കുകയാണ് സാധാരണയായി ഒരു മനുഷ്യൻ ചെയ്യുക. നമ്മുടെ മുമ്പിലുള്ള പ്രശ്നം അത് തന്നെയാണ്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യത്തെ
ഫാസിസ്റ്റ് നയങ്ങളിലൂടെ, അത് നവഫാസിസത്തിൻ്റെതായിരുന്നാലും ശരി, ഇനിയല്ല ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെതായിരുന്നാലും ശരി, ഇനി അതൊന്നും അല്ലാത്ത മറ്റെന്തെങ്കിലും ഫാസിസം ആയിരുന്നാലും ശരി, ഇന്ത്യയുടെ കഴിഞ്ഞ ഒരു 10-70 വർഷത്തിലധികമായി നിലനിന്നുകൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനത്തെ ഇന്ത്യയിലെ ഹിന്ദുത്വ വർഗീയ ശക്തികൾ അവർ വിഴുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണല്ലോ നമ്മുടെ മുമ്പിലുള്ള യാഥാർത്ഥ്യം. അതിലാർക്കും സംശയം ഉണ്ടാവേണ്ട കാര്യമില്ല. നമ്മുടെ മുമ്പിൽ ഗുജറാത്ത് കലാപമുണ്ട്, അതുപോലെ തന്നെ തസ്നി ബാനുവിൻ്റെ കേസുണ്ട്. അങ്ങനെ തുടങ്ങിയിട്ടുള്ള നിരവധി പ്രശ്നങ്ങൾ നമുക്ക് എത്ര വേണമെങ്കിൽ കാണാൻ പറ്റും. നമ്മുടെ ഭരണഘടനാ സംവിധാനങ്ങൾ മുഴുവൻ അട്ടിമറിക്കപ്പെടുന്നു, നമ്മുടെ ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇല്ലാതാവുന്നു, അന്വേഷണ ഏജൻസികളെ വളരെ തെറ്റായി ഉപയോഗിക്കുന്നു, കോടതികളിൽ നിന്ന് പോലും നിയമബാഹ്യമായ വിധികൾ ഉണ്ടാവുന്നു. ഇങ്ങനെയൊക്കെ പരിശോധിച്ച് നമ്മുടെ ജനാധിപത്യ സംവിധാനം അട്ടിമറിക്കപ്പെടുകയും അതിൻ്റെ സ്ഥാനത്ത് പണാധിപത്യം ഉണ്ടാവുകയും ചെയ്തു. ഇതൊക്കെ പരിശോധിക്കുന്ന ഒരാൾക്ക് നമ്മുടെ രാജ്യത്തിലെ ജനാധിപത്യ സംവിധാനം അപകടപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട് എന്ന് വ്യക്തമാണ്. ആ സമയത്ത് നമ്മുടെ മുമ്പിൽ ഉള്ളൊരു മാർഗം ഈ ജനാധിപത്യത്തെ തകർത്തുകൊണ്ടിരിക്കുന്ന ഇന്ത്യയുടെ പാരമ്പര്യത്തെയും ചരിത്രത്തെയും ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ആകത്തുകയും ഒക്കെ ഇല്ലാതാക്കുന്ന ഈ പ്രവണതകൾക്കെതിരായിട്ട് ഇന്ത്യയിൽ നമുക്ക് സംഘടിപ്പിക്കാൻ കഴിയുന്ന, യോജിപ്പിക്കാൻ കഴിയുന്ന ആളുകളെ മുഴുവൻ സംഘടിപ്പിച്ച് ഒന്നിച്ച് സമരം ചെയ്യുക എന്നുള്ളതാണ് ഈ കാലത്ത് ഒരിടതുപക്ഷത്തിൻ്റെ ചുമതല എന്ന് പറയുന്നത്. ആ ചുമതല നിറവേറ്റുന്നതിന് പകരം തൊടുന്യായങ്ങൾ പറഞ്ഞ് സംഘപരിവാരത്തെയും മോദി സർക്കാരിനെയും തുടരുന്നതിന് സാഹചര്യം ഒരുക്കി കൊടുക്കുന്ന, അവർക്ക് അതിന് രാഷ്ട്രീയ നീതീകരണം ഉണ്ടാക്കി കൊടുക്കുന്ന നിലപാടുകൾ ഒരിടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകാൻ പാടുണ്ടോ ഇല്ലയോ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. ഇതാണ് നമ്മൾ ചർച്ച ചെയ്യേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. ഈ പാർട്ടിയുടെ നമ്മളിപ്പോൾ 24-ാം പാർട്ടി കോൺഗ്രസിലേക്കാണ് CPM പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ ഏപ്രിൽ മാസത്തിൽ പിന്നെ മധുരയിൽ, തമിഴ്നാട്ടിലെ മധുരയിൽ വെച്ച് അങ്ങനെ ഒരു പാർട്ടി കോൺഗ്രസ് നടക്കാൻ പോകുന്നു. ആ പാർട്ടി കോൺഗ്രസിൻ്റെ വേണ്ടി തയ്യാറാക്കിയിട്ടുള്ള രാഷ്ട്രീയ പ്രമേയവുമായിട്ട് ബന്ധപ്പെട്ടാണ് ചർച്ച. ആ പ്രമേയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നാൽ 22-ാം പാർട്ടി കോൺഗ്രസ് അംഗീകരിച്ച രാഷ്ട്രീയ പ്രമേയം പറയുന്നത് മോദി സർക്കാരിൻ്റെ സ്വേച്ഛാധിപത്യ ഹിന്ദുത്വ വർഗീയ ആക്രമണങ്ങൾ, ഉയർന്നു വരുന്ന ഫാസിസ്റ്റ് വൽക്കരണത്തിൻ്റെ സവിശേഷതകൾ, ക്യാരക്ടറിസ്റ്റിക് ഉള്ളതാണ്. എന്നാൽ 23-ാം പാർട്ടി കോൺഗ്രസ്, ഇതാണ് 22-ാം പാർട്ടി കോൺഗ്രസിൻ്റെ സമയത്ത് CPM അംഗീകരിച്ച പ്രമേയത്തിൽ പറയുന്നത്. 23-ാം പാർട്ടി കോൺഗ്രസിൽ വരുമ്പോൾ ആവട്ടെ കുറേയും കൂടി കടുപ്പിച്ച് നമ്മൾ പറയുന്നു, നരേന്ദ്രമോദി സർക്കാർ പിന്തുടരുന്നത് RSSൻ്റെ ഫാസിസ്റ്റിക് അജണ്ടയാണ്. സംശയമൊന്നുമില്ലല്ലോ. അതായത് നമ്മുടെ 22-ാം പാർട്ടി കോൺഗ്രസിൽ സ്വീകരിച്ചൊരു നിലപാടിനേക്കാൾ കുറച്ചുകൂടി ശക്തമായൊരു നിലപാട് 23-ാം പാർട്ടി കോൺഗ്രസിൽ സ്വീകരിക്കുന്നു. ഇതിനൊക്കെ ചില രാഷ്ട്രീയ സാഹചര്യങ്ങളും മറ്റുമൊക്കെ ഉണ്ട്, ഞാനതിലേക്ക് പിന്നീട് വരാം. ഇതാണ് രണ്ടാമത്തെ നിലപാട്. ഇനി മൂന്നാമത്, നമ്മളിപ്പോൾ 24-ാമത്തെ പാർട്ടി കോൺഗ്രസിലേക്ക് പോകുമ്പോൾ പാർട്ടി കോൺഗ്രസിൻ്റെ രേഖയിൽ, കരട് രേഖയിൽ പറയുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ സ്വേച്ഛാധിപത്യ ഭരണം എന്ന് മാത്രമാണ് ഇപ്പോൾ പറയുന്നത്. അതായത് 24-ാം പാർട്ടി കോൺഗ്രസിലേക്ക് എത്തുമ്പം പറയുന്നത് കോർപ്പറേറ്റ് ഹിന്ദുത്വ സ്വേച്ഛാധിപത്യ ഭരണം എന്നാണ് ഇതിനെ വിശേഷിപ്പിക്കുന്നത്. എന്നിട്ട് പറയാണ്, എങ്ങനെ ഒരു മയപ്പെടുത്തൽ സംഭവിക്കുകയാണ്, മോദി ഗവൺമെൻറ് ഫാസിസ്റ്റോ നവഫാസിസ്റ്റോ ആയ സർക്കാരാണെന്ന് നാം പറയുന്നില്ല. എന്നിട്ട് ഈ രേഖയെ തുടർന്ന് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രഹസ്യരേഖയൊന്നും പരസ്യരേഖയോ എന്നൊക്കെ പറഞ്ഞ് പ്രസിദ്ധീകരിച്ചിട്ടുള്ള രേഖയ്ക്കകത്ത് പറയുന്നത് മോദി ഗവൺമെൻറ് ഫാസിസ്റ്റോ നവഫാസിസ്റ്റോ ആയ സർക്കാരാണ് എന്ന് നാം പറയുന്നില്ല. ഇന്ത്യൻ ഭരണകൂടം ഒരു നവഫാസിസ്റ്റ് ഭരണകൂടമാണ് എന്ന് നാം വിലയിരുത്തുന്നില്ല. നാം ഊന്നി പറയുന്നത് RSSൻ്റെ രാഷ്ട്രീയ ചാലശക്തിയായ BJPയുടെ തുടർച്ചയായ 10 വർഷത്തെ ഭരണത്തോടെ രാഷ്ട്രീയ അധികാരം RSSൻ്റെ BJPയുടെ കൈകളിൽ കേന്ദ്രീകരിച്ചതിൻ്റെ ഫലമായി ചില നവഫാസിസ്റ്റ് സവിശേഷതകൾ പ്രകടിപ്പിക്കുന്നുണ്ട് എന്ന് മാത്രമാണ്. ഞാൻ രേഖയിൽ നിന്ന് നേരിട്ട് ഉദ്ധരിച്ചാണ്. അതായത് ഈ 24-ാം കോൺഗ്രസിൻ്റെ രേഖയിലേക്ക് വരുമ്പോൾ നമ്മൾ പറയുന്നത് 22-ാം പാർട്ടി കോൺഗ്രസിലും 23-ാം പാർട്ടി കോൺഗ്രസിലും 22-ാം പാർട്ടി കോൺഗ്രസിനെ അപേക്ഷിച്ച് 23-ാം പാർട്ടി കോൺഗ്രസിൽ കുറച്ചുകൂടി കടുപ്പിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് പിന്നോക്കം പോയി ഇതൊരു ഫാസിസ്റ്റ് ഗവൺമെൻറ് ആണ് എന്ന് നമ്മൾ പറയുന്നില്ല. ഇത് നവഫാസിസ്റ്റ് ആണെന്നോ ഇനിയല്ല ക്ലാസിക്കൽ ഫാസിസ്റ്റ് ആണെന്നോ ഫാസിസ്റ്റ് ആണെന്നോ പോലും നമ്മൾ പറയുന്നില്ല എന്ന് പറയണം. എങ്ങനെയാണ് നമുക്ക് ഇത്തരമൊരു നിലപാടിനെ സാധൂകരിക്കാൻ പറ്റുക? കഴിഞ്ഞ 23-ാം പാർട്ടി കോൺഗ്രസ് നടക്കുന്ന കാലയളവിൽ നിന്ന് ഉള്ളതിനേക്കാൾ നമ്മുടെ ഹിന്ദുത്വ ഗവൺമെൻറ് മോദി സർക്കാർ കുറേയും കൂടി ജനാധിപത്യവൽക്കരിക്കപ്പെട്ടു എന്നാണ് അർത്ഥം.
അത് കൂടുതൽ കൂടുതൽ ഫാസിസ്റ്റ് വൽക്കരിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ജനാധിപത്യത്തിന് മേലുള്ള അതിൻ്റെ ആക്രമണങ്ങൾ കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കൂടുതൽ കൂടുതൽ രൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് 23-ാം പാർട്ടി കോൺഗ്രസിൽ നമ്മൾ ഉന്നയിച്ച വിമർശനം പോലും മയപ്പെടുത്തി 24-ാം പാർട്ടി കോൺഗ്രസിൽ ഉന്നയിക്കുന്നുണ്ടെങ്കിൽ അതിന് പിന്നിൽ ചേതോവികാരം എന്താണ്? അതിന് പിന്നിൽ ചെയ്തോ ഇത് ആർക്കും നിഷേധിക്കാൻ കഴിയുന്ന കാര്യമല്ല. ഞാൻ എൻ്റെ ഒരു ഭാവനയിൽ നിന്ന് പറയുന്ന കാര്യമല്ല. 22, 23, 24 പാർട്ടി കോൺഗ്രസുകളുടെ രേഖകളിൽ നിന്നാണ് ഞാൻ ഈ കാര്യങ്ങൾ ഉന്നയിക്കുന്നത്. അപ്പോൾ ഇതൊരു വളരെ പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഇത് പരിശോധിക്കുന്ന ആളുകളുടെ ശ്രദ്ധയിലേക്ക് വരുന്നൊരു കാര്യമുണ്ട്. ആ ശ്രദ്ധയിലേക്ക് വരുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ ലോകത്തിലാകെ ഫാസിസത്തിനെതിരായി ചെറുത്തുന്നതിൻ്റെ ഒരുപാട് അനുഭവമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ഇൻ്റർനാഷണലിൻ്റെ അനുഭവമുണ്ട്. അതുപോലെ തന്നെ ഒരുപാട് നേതാക്കന്മാർ, അതിനിപ്പോൾ വിഐ ലെനിനെ പോലുള്ള ആളുകൾ, അതുപോലെ തന്നെ ദിമിത്രോവിൻ്റെ അനുഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. ദിമിത്രോവ് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. അതുപോലെ തന്നെ അന്റോണിയോ ഗ്രാംചി എന്ന് പറയുന്ന ഒരു ഇറ്റാലിയൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിൻ്റെ വിശദീകരണങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട്. സാറാ സറ്റ്കിൻ എന്ന് പറയുന്ന ഒരു ജർമ്മൻ ചിന്തക, കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിരുന്നവർ, അവരെ ഫാസിസത്തെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങളുണ്ട്. ഇങ്ങനെ ഫാസിസത്തെ മനസ്സിലാക്കുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഫാസിസത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ച് നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയുകയും ചെയ്യാം. ഇവിടെ പ്രശ്നം അത് ഏത് തരത്തിലുള്ള ഫാസിസമായിരുന്നാലും ശരി, നമ്മുടെ ജനാധിപത്യ സംവിധാനത്തെ വിഴുങ്ങി തീർക്കുമ്പോൾ നമ്മൾ ഇങ്ങനെ നിൽക്കാൻ കഴിയുമോ? ഫാസിസത്തെ നേരിടുന്നതിന് ഇടതുപക്ഷം മുന്നോട്ട് വെക്കുന്ന നിലപാട്, ലോകത്തിലാകെ ഇടതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് വെച്ച നിലപാട് ലെനിൻ വളരെ കൃത്യമായി പറയുന്നുണ്ട്. ഇടതുപക്ഷ കമ്മ്യൂണിസം ഒരു ബാലാരിഷ്ടത എന്ന് പറയുന്ന പുസ്തകത്തിനകത്ത് ലെനിൻ പറയുന്നുണ്ട്, എവിടെയൊക്കെയാണോ ജനാധിപത്യത്തിൻ്റെ കൊടിക്കൂറ താഴ്ത്തപ്പെടുന്നത് അവിടെയൊക്കെ ജനാധിപത്യത്തിൻ്റെ കൊടിക്കൂറ ഉയർത്തിപ്പിടിക്കാവുന്നതിന് വേണ്ടി കഴിയാവുന്ന വിശാലമായ സഖ്യമുണ്ടാക്കി അതിന് നേതൃത്വം കൊടുക്കാൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ബാധ്യസ്ഥമാണ്. ഇത് ലെനിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമാണ്. ജനാധിപത്യത്തിൻ്റെ കൊടിക്കൂറ എവിടെയൊക്കെ താഴ്ത്തപ്പെടുന്നുവോ അങ്ങനെ താഴ്ത്തപ്പെടുന്ന സമയത്ത് അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടിയുള്ള ശക്തമായ ഇടപെടൽ, ജനവിഭാഗത്തെ ആകെ അണിനിരത്തി ജനാധിപത്യത്തെ സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള ഇടപെടൽ നടത്താൻ കമ്മ്യൂണിസ്റ്റുകൾ ബാധ്യസ്ഥമാണ് എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അതിന് ഇന്ത്യൻ വേർഷൻ എന്താണ്? ഇന്ത്യയിൽ കമ്മ്യൂണിസ്റ്റുകാരുടെ മുമ്പിലുള്ള ചുമതല എന്താണ്? ഇന്ത്യയിലെ ജനാധിപത്യവാദികളെ ആകെ യോജിപ്പിച്ച് ഒരു വലിയ സമരത്തിലേക്ക് പോവുക, അല്ലെങ്കിൽ ജനാധിപത്യത്തിൽ വിശ്വാസമുള്ള, തരുമ്പെങ്കിലും ജനാധിപത്യ ബോധമുള്ള ഇന്ത്യയിൽ ലഭ്യമായ ആളുകളെ മുഴുവൻ യോജിപ്പിച്ച് മുന്നോട്ട് പോകുന്നതിന്, മോദി സർക്കാരിനെതിരായി അണിനിരത്തുന്നതിന് ആവശ്യമായ നേതൃത്വപരമായ പങ്ക് നിർവഹിക്കുക എന്നതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചെയ്യേണ്ടത്. ഈ ചുമതലയിൽ നിന്ന് വഴുതി മാറുന്നതിന് വേണ്ടി, മറ്റൊരർത്ഥത്തിൽ പറഞ്ഞാൽ മോദി സർക്കാരിന് അലോസരം സൃഷ്ടിക്കാതിരിക്കുന്നതിന് വേണ്ടി നമ്മുടെ രാഷ്ട്രീയ നിലപാടുകളെ മയപ്പെടുത്തുകയാണ് എന്ന ആക്ഷേപമുയർന്നാൽ അതിന് CPM എന്ത് മറുപടിയാണ് പറയുക? എന്ത് മറുപടിയാണ് പറയുക? ഇവിടെയാണ് നമ്മൾ CPMനകത്ത് നടന്നിട്ടുള്ള ചില ആശയ സമരങ്ങളെ കാണേണ്ടത്. 2015 സീതാറാം യെച്ചൂരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ നേതൃനിരയിലേക്ക് ജനറൽ സെക്രട്ടറി ആയിട്ട് വരുന്നത്. 2015 കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ജനറൽ സെക്രട്ടറിയായി അദ്ദേഹം തിരഞ്ഞെടുക്കപ്പെടുമ്പോൾ അത് വലിയ ആശയ സമരത്തിൻ്റെയൊക്കെ ഭാഗമായിരുന്നു. നമുക്കറിയാം, എസ് രാമചന്ദ്രൻപിള്ളയെ പോലെയൊക്കെ ഒരാളെ നേതൃത്വത്തിലേക്ക് അവരോധിക്കുന്നതിന് വേണ്ടിയുള്ള വലിയ പരിശ്രമങ്ങൾ നടത്തുകയും അതിനൊടുവിൽ സീതാറാം യെച്ചൂരി CPMൻ്റെ രാഷ്ട്രീയ നേതൃത്വത്തിലേക്ക് വരികയാണ് ചെയ്യുന്നത്. സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടി ജനറൽ സെക്രട്ടറി, അദ്ദേഹം ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഫാസിസത്തെ നേരിടുന്നതിന് വേണ്ടി കമ്മ്യൂണിസ്റ്റ് പാർട്ടി നടത്തേണ്ട സമരങ്ങളെക്കുറിച്ച് വളരെ കൃത്യമായി നിലപാടെടുക്കുന്ന ഒരു സഖാവായിരുന്നു എന്ന് അനുഭവത്തിൽ എല്ലാവർക്കും അറിയാം. പക്ഷേ പ്രകാശ് കാരാട്ടിൻ്റെ നേതൃത്വത്തിൽ CPMനകത്തുള്ള ഒരു വിഭാഗം ആ സീതാറാം യെച്ചൂരിയുടെ നിലപാടിനെ ശക്തമായി എതിർക്കുകയും അത് ആ നിലയിൽ ഇന്ത്യയിൽ നടപ്പിലാക്കപ്പെടുന്നതിൽ കാര്യമില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുകയും ചെയ്തു. 2016 പ്രകാശ് കാരാട്ട് ഇന്ത്യൻ എക്സ്പ്രസ് എന്ന് പറയുന്ന പത്രത്തിനകത്ത് ഒരു ലേഖനം എഴുതി. ആ ലേഖനത്തിനകത്ത് പ്രകാശ് കാരാട്ട് പറയുന്നത്, സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനപ്പുറം അർദ്ധ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള RSSന് പോകാൻ കഴിയില്ലെന്നും ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം സ്ഥാപിക്കപ്പെടുക സാധ്യമല്ലെന്നുമാണ് ആ ലേഖനത്തിൽ പ്രകാശ് കാരാട്ട് പറയുന്നത്. അതായത് സ്വേച്ഛാധിപത്യ ഭരണകൂടത്തിനപ്പുറം അർദ്ധ ഫാസിസ്റ്റ് പ്രത്യയശാസ്ത്രമുള്ള RSSന് പോകാൻ കഴിയില്ല, ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം സ്ഥാപിക്കപ്പെടുക സാധ്യമല്ല.
വളരെ ഇതായിട്ട് പറയുകയാണ്. അതായത് ഇന്ത്യയിലുള്ളത് ഫാസിസമല്ല എന്ന് തൊട്ടു മുമ്പ് ജനറൽ സെക്രട്ടറി ആയിരുന്ന ഒരാൾ, ഒരു സഖാവ് പറയാണ്, അങ്ങനെ ഇന്ത്യയിൽ ഒരിക്കലും ഫാസിസം സ്ഥാപിക്കപ്പെടുകയേ ഇല്ല, അങ്ങനെ ഒരു പ്രചാരണം നടക്കുന്നത് ശരിയല്ല എന്ന് പ്രകാശ് കാരാട്ട് പറയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഇന്ന് പ്രകാശ് കാരാട്ടിന് അങ്ങനെ പറയാൻ പറ്റുമോ? പിന്നീട് പ്രകാശ് കാരാട്ട് ആ നിലപാടൊക്കെ മയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഈ ഇത്തരമൊരു നിലപാട് വെച്ച സമയത്ത് അന്ന് CPM ജനറൽ സെക്രട്ടറി ആയിരുന്ന സീതാറാം യെച്ചൂരി ബംഗാളിലെ പാർട്ടി പത്രമായ ഗണശക്തിയിൽ ഒരു ലേഖനം എഴുതി. അതിശക്തമായി പ്രകാശ് കാരാട്ടിനുള്ള മറുപടി എന്ന നിലയിൽ തന്നെയാണ് ആ ലേഖനം വന്നത്. ആ ലേഖനത്തിനകത്ത് സീതാറാം യെച്ചൂരി പറയുന്നത്, ഫാസിസത്തെ അതിൻ്റെ ആരംഭകാലത്ത് തന്നെ എതിർക്കാതെ ന്യായവാദങ്ങൾ നിരത്തുന്നവർ അതിൻ്റെ പ്രോത്സാഹകരാണ്. ഫലത്തിൽ അത് പാർട്ടിയെ ലിക്വിഡേറ്റ് ചെയ്യുന്നതിന് സമമാണ്. പാർട്ടി നേതൃത്വത്തിന് ഒരിക്കലും അത്തരമൊരു പിരിച്ചുവിടൽ നയം സ്വീകരിക്കാനാവില്ല. യെച്ചൂരി പറയാണ്. എന്നിട്ട് അദ്ദേഹം തുടർന്ന് പറയാണ്, RSSും BJPയും അധികാരം ഉറപ്പിച്ചു കഴിഞ്ഞ ഇന്ത്യയിൽ ഫാസിസത്തെ വളരാൻ അനുവദിക്കാനോ അത് സ്ഥാപിക്കപ്പെടാൻ അവസരം നൽകാനോ കഴിയില്ല. ഇരുട്ടി വെളുക്കുന്നത് പോലെ ഒരു ദിവസം നിശ്ചയിച്ച് സ്ഥാപിക്കപ്പെടുന്നതല്ല ഫാസിസം. ഈ ആപൽ പ്രതിസന്ധിയെ മുൻകൂട്ടി കണ്ട് മതേതര ജനാധിപത്യ ശിലകൾ സംരക്ഷിക്കാൻ എല്ലാ ജനാധിപത്യ ശക്തികളെയും കൂട്ടിച്ചേർക്കണം. കോൺഗ്രസിനെ മാത്രം മാറ്റി നിർത്തണമെന്ന നിലപാട് ഇക്കാര്യത്തിൽ സ്വീകരിക്കാനാവില്ല. കോൺഗ്രസിനെ മാത്രം മാറ്റി നിർത്തി അത് സാധ്യവുമാവില്ല. അതായത് പ്രശ്നം ഇതാണ്, നരേന്ദ്രമോദി സർക്കാരിനെതിരായിട്ടുള്ള സമരത്തിൽ ആരൊക്കെ എന്തൊക്കെ ചുമതലകൾ നിർവഹിക്കണം എന്നതാണ് CPMന് മുമ്പിലുണ്ടായിരുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. അത് BJP ഗവൺമെൻറ് അല്ലെങ്കിൽ സംഘപരിവാരത്തിൻ്റെ ഭരണം എന്ന് പറയുന്നത് ഒരു ഫാസിസ്റ്റ് സ്വഭാവം കൈവന്നുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ ഫാസിസ്റ്റ് രീതിയിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് എന്ന് അംഗീകരിച്ചു കഴിഞ്ഞാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ മുമ്പിൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ, അതിനെതിരായി ചിന്തിക്കുന്ന എല്ലാ ജനാധിപത്യ ശക്തികളെയും കൂട്ടിച്ചേർക്കുക. സ്വാഭാവികമായും കോൺഗ്രസിനെ കൂട്ടിച്ചേർക്കേണ്ടി വരും. പക്ഷെ കോൺഗ്രസിനെ കൂട്ടിച്ചേർക്കാൻ തയ്യാറല്ല എന്ന് മാത്രമല്ല, കോൺഗ്രസുമായി സഹകരിച്ചുകൊണ്ട് ഇത്തരത്തിലൊരു പ്രവർത്തനവും നടത്താൻ കഴിയില്ല എന്ന ഉറച്ച നിലപാട് സ്വീകരിച്ചുകൊണ്ടിരുന്ന സഖാവാണ് പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന ആള്. പ്രകാശ് കാരാട്ട് എന്ന് പറയുന്ന സഖാവ് കോൺഗ്രസുമായി ചേർന്ന് യാതൊരു തരത്തിലുള്ള രാഷ്ട്രീയ സഖ്യവും പറ്റില്ല, അങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല എന്നൊരു നിലപാട് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ആൾ. കോൺഗ്രസുമായി സഹകരിക്കുന്ന അദ്ദേഹം പറയുന്ന ന്യായമുണ്ട്, അതിലേക്ക് ഞാൻ വരാം. 2017 ഹിന്ദു പത്രത്തിന് പ്രകാശ് കാരാട്ട് ഒരു ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. ആ ഇൻ്റർവ്യൂവിൽ പ്രകാശ് കാരാട്ട് പറഞ്ഞ കാര്യങ്ങളെ നമുക്ക് ഇങ്ങനെ സംഗ്രഹിക്കാം. ഒന്ന്, മോദി ഗവൺമെൻറ് അതിൻ്റെ സ്വാധീനത്തിൻ്റെ പാരമ്യത്തിലാണ്. അതായത് നമ്മൾ ഓർക്കണം, ഇന്ത്യയിൽ നോട്ട് നിരോധനം നടപ്പിലായിട്ടുള്ള കാലമാണ്. 15 ലക്ഷം ഉറുപ്പിക ഓരോരുത്തരുടെ അക്കൗണ്ടിലേക്ക് വരുമെന്ന് മോദി പറഞ്ഞിട്ട് അത് നടപ്പിലാക്കാൻ കഴിയാത്ത സ്ഥിതിയാണ്. പശുവിൻ്റെ സംരക്ഷകരായി വന്നിട്ട് ഒരുപാട് ആളുകൾ കൊന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അതായത് മോദി സർക്കാരിനെതിരായിട്ട് വലിയ തോതിൽ ജനാധിപത്യവാദികളുടെ സമയത്ത് നിന്ന് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിക്കൊണ്ടിരിക്കുമ്പോൾ, ശക്തമായ എതിർപ്പ് മോദി സർക്കാരിനെതിരായി ഉയർന്നു വന്നുകൊണ്ടിരിക്കുമ്പോൾ പ്രകാശ് കാരാട്ട് പറയാണ്, മോദി ഗവൺമെൻറ് അതിൻ്റെ സ്വാധീനത്തിൻ്റെ പാരമ്യത്തിലാണ്. കോൺഗ്രസിൻ്റെ തട്ടിക്കൂട്ട് സഖ്യത്തിന് മോദിയെ ഒന്നും ചെയ്യാനാവില്ല. ഇറ്റ് കനോട്ട് അണ്ടർകട്ട് മോദി. അദ്ദേഹത്തിൻ്റെ പ്രയോഗം, അദ്ദേഹത്തിൻ്റെ വാക്കാണ് ഇറ്റ് കനോട്ട് അണ്ടർകട്ട് മോദി. മോദിയെ ഒന്നും ചെയ്യാൻ ഈ കോൺഗ്രസിൻ്റെ തട്ടിക്കൂട്ട് സഖ്യം കൊണ്ട് സാധ്യമല്ല എന്ന് പ്രകാശ് കാരാട്ട് പ്രഖ്യാപിക്കുകയാണ്. അതും പറയുന്നത് ഇതുകൊണ്ട് വിശേഷിച്ച് പ്രയോജനം. 2017 ഹിന്ദു എന്ന് പറയുന്ന ദിനപത്രത്തിന് നൽകിയിട്ടുള്ള ഒരു ഇൻ്റർവ്യൂവിനകത്താണ് പ്രകാശ് കാരാട്ട് ഇങ്ങനെ ഒരു അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. അതായത് ഇതൊക്കെ പരിശോധിക്കുന്ന നമുക്കറിയാം, കോൺഗ്രസുമായി ചേർന്നുകൊണ്ടുള്ള ഒരു രാഷ്ട്രീയ സഖ്യത്തെ എല്ലാ കാലത്തും എതിർക്കാൻ ശ്രമിച്ചിട്ടുള്ള ഒരു മനുഷ്യനാണ്, ഒരു സഖാവാണ് പ്രകാശ് കാരാട്ട് എന്ന് പറയുന്നത്. എന്നിട്ട് സ്വാഭാവികമായിട്ട് ആ ഇൻ്റർവ്യൂവിൽ ഒരു ചോദ്യം ഉയർന്നു വരുന്നുണ്ട്, പിന്നെ എങ്ങനെയാണ് ഇന്ത്യയിലെ മോദി സർക്കാരിനെ താഴെത്തറക്കുക? പിന്നെ ഇന്ത്യയിൽ മോദി സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കുന്നതിന്, ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് താങ്കളുടെ മുമ്പിലുള്ള മറ്റെന്ത് മാർഗമാണ് എന്ന് പത്രലേഖകൻ ചോദിക്കുമ്പോൾ പ്രകാശ് കാരാട്ട് പറയുന്ന ഒരു മറുപടിയുണ്ട്.
തൊഴിലാളി കർഷക സമരത്തിലൂടെ മാത്രമേ മോദി ഗവൺമെൻറ്റിനെ താഴെ തറക്കാൻ പറ്റൂ. നിങ്ങൾ ഇത് കേൾക്കുന്ന ആളുകളൊന്ന് ആലോചിച്ച് നോക്കുക. ഇന്ത്യയുടെ യാഥാർത്ഥ്യം അറിയാവുന്ന എല്ലാവർക്കും അറിയാം, മോദി സർക്കാരിന് താഴെത്തിറക്കാൻ കഴിയുന്ന രൂപത്തിൽ ഒരു തൊഴിലാളികളുടെയും കർഷകരുടെയും സമരൈക്യം, അതിൻ്റെ ഭാഗമായി വലിയ സമരം വളർത്തിയെടുക്കാൻ പ്രാപ്തിയുള്ള ഏത് പ്രസ്ഥാനമാണ് ഇന്ത്യയിൽ അന്നുള്ളത്, ഇപ്പോഴും ഉള്ളത്? ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വലിയ സമരങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഇല്ലെന്നൊന്നുമല്ല ഞാൻ പറയുന്നത്. കർഷക സമരമുണ്ട്, അങ്ങനെ പല സമരങ്ങളും നടത്തുന്നുണ്ട്. പക്ഷേ ഒരു ഫാസിസ്റ്റ് സ്വഭാവത്തിൽ മുന്നേറിക്കൊണ്ടിരിക്കുന്ന ജനാധിപത്യ സംവിധാനങ്ങളെ തകർത്തുകൊണ്ടിരിക്കുന്ന ഒരു മോദി സർക്കാരിനെ അധികാരഭ്രഷ്ടമാക്കാൻ കഴിയാവുന്ന രൂപത്തിൽ പ്രക്ഷോഭം വളർത്തിയെടുക്കുക എന്ന് കഴിയുന്ന രൂപത്തിൽ ഇന്ത്യയിൽ ഒരു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനങ്ങളോ എന്തെങ്കിലും ഉണ്ടോ? ഇടതുപക്ഷത്തിന് വിചാരിച്ചാൽ കഴിയുന്ന ഒരു കാര്യമാണോ? പറയുന്നതിൻ്റെ വേറൊരർത്ഥത്തിൽ നമുക്ക് വ്യാഖ്യാനിച്ചാൽ മാർക്സിസ്റ്റുകാർ വസ്തുനിഷ്ഠ സാഹചര്യങ്ങളെ വസ്തുനിഷ്ഠമായി വിലയിരുത്തുന്നവരാണ്. ദ കോൺക്രീറ്റ് അനാലിസിസ് ഓഫ് ദ കോൺക്രീറ്റ് സിറ്റുവേഷൻ എന്നാണ് മാർക്സിസത്തിൻ്റെ വിശകലന രീതിയെ, മാർക്സിസത്തിൻ്റെ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ആരും പറയുക. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ കോൺക്രീറ്റ് സിറ്റുവേഷൻ എന്താണ്? കൂടുതൽ ഏകാധിപത്യ ഫാസിസ്റ്റ് നടപടികളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, വർഗീയ നിലപാടുകളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന മോദിയാണ് അധികാരത്തിലുള്ളത്. ആ സർക്കാരിനെ താഴെത്തിറക്കാൻ ഇന്ത്യയിൽ വളരെ പരിമിതമായ രാഷ്ട്രീയ സ്വാധീനം മാത്രമുള്ള ഇടതുപക്ഷത്തിന് തൊഴിലാളി കർഷക സമരസഖ്യം കെട്ടിപ്പടുത്ത് സാധിക്കുമെന്ന് പറഞ്ഞാൽ അതിന് വേറൊരർത്ഥം മോദി സർക്കാരിനെ താഴെത്തിറക്കാൻ ആരും ശ്രമിക്കേണ്ടതില്ല. മോദി സർക്കാരിനെ താഴെത്തിറക്കാവുന്ന രാഷ്ട്രീയ പ്രവർത്തനത്തിന് ഇന്ത്യ രാജ്യത്ത് നേതൃത്വം കൊടുക്കാൻ കഴിയുന്ന വിപുലമായ സ്വാധീനമുള്ള പ്രസ്ഥാനം കോൺഗ്രസ് ആണ്. അതിൽ യാതൊരു സംശയം. കോൺഗ്രസ് എന്ന് പറയുന്നത് ഒരു വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണെന്നതുകൊണ്ട്, അല്ലെങ്കിൽ അവരുടെ സാമ്പത്തിക നയങ്ങൾ തെറ്റാണെന്നതുകൊണ്ട്, അല്ലെങ്കിൽ മറ്റൊരുപാട് പോരായ്മകൾ നമുക്ക് അവരിൽ ആരോപിക്കാൻ കഴിയുമെന്നുള്ളതൊക്കെ ശരിയായിരിക്കുമ്പോഴും കമ്മ്യൂണിസ്റ്റുകാർ ലോകത്താകമാനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ലെനിൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ ജനാധിപത്യത്തിൻ്റെ കൊടിക്കൂറ താഴ്ത്തപ്പെടുമ്പോൾ അത് ഉയർത്തിപ്പിടിക്കുന്നതിന് വേണ്ടി എല്ലാ ജനാധിപത്യവാദികളെയും യോജിപ്പിച്ചെടുക്കുക എന്നത് ലോകത്തിലാകെ കമ്മ്യൂണിസ്റ്റുകാർ സ്വീകരിച്ചൊരു രീതിയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ രാജ്യത്ത് നമ്മൾ സ്വീകരിക്കേണ്ട ഒരു നിലപാട് അത് തന്നെയാണ് എന്ന് തിരിച്ചറിയാൻ പ്രകാശ് കാരാട്ടിന് കഴിയാതിരിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റുമോ? ഞാൻ പ്രകാശ് കാരാട്ട് എന്ന് പറയുമ്പോൾ ഒരു വ്യക്തിയെ മാത്രം കേന്ദ്രീകരിച്ചല്ല, പ്രകാശ് കാരാട്ടുമായി ബന്ധപ്പെട്ട് ഒരു വിഭാഗം ആളുകൾ, പാർട്ടി നേതൃത്വത്തിലുള്ള ഒരു വിഭാഗം ആളുകൾ ഇത്തരത്തിലുള്ള നിലപാടുകളുമായി മുന്നോട്ട് പോകുന്നതിനെ സൂചിപ്പിക്കാനാണ് ഞാനിത് പറഞ്ഞത്. 2016 ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ലേഖനത്തിന് പ്രകാശ് കാരാട്ട് കൊടുത്ത തലക്കെട്ട് ഫൈറ്റ് അഗൻസ്റ്റ് BJP cannot be conducted in alliance with the other major party of India, റൂളിംഗ് ക്ലാസസ്. അതായത് BJPക്കെതിരായിട്ടുള്ള സമരം ഇന്ത്യയിലെ മറ്റ് ഭരണവർഗ പാർട്ടികളുമായി ബന്ധപ്പെട്ട രാഷ്ട്രീയ പാർട്ടി, മേജർ രാഷ്ട്രീയ പാർട്ടി, അതായത് കോൺഗ്രസിനെ ഉപയോഗിച്ച് നടത്താൻ കഴിയില്ല. ഇതാണ് പ്രകാശ് കാരാട്ട് മുന്നോട്ട് വെക്കുന്ന നിലപാട്. ഈ നിലപാടുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് കഴിഞ്ഞ ഒരു 10 വർഷത്തിലധികമായി 2015 മുതൽക്കുള്ള കാലത്ത് CPM-നകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന ആശയ തർക്കങ്ങളുടെ കാരണമെന്ന് പറയുന്നത്. ഇതിൽ ആശയപരമായ എന്തെങ്കിലും തരത്തിലുള്ള കോംപ്ലിക്കേഷൻ്റെ പ്രശ്നമൊന്നുമില്ല. കാരണം കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് ലോകത്തിലാകെ ഫാസിസ്റ്റ് രാഷ്ട്രീയത്തെ നേരിട്ടതിൻ്റെ അനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളിൽ നിന്ന് നമുക്ക് നിലപാടുകളിലേക്ക് എത്താവുന്നതേ ഉള്ളൂ. പക്ഷെ അതിനു പകരം കോൺഗ്രസിനെ ചേർത്ത് ഒരു പരിപാടിയില്ല. ഇതാണ് ഈ കാര്യമാണ് നമ്മുടെ നാട്ടിൽ നവഫാസിസം, അതുപോലെ ക്ലാസിക്കൽ ഫാസിസം തുടങ്ങിയിട്ടുള്ള വായ്ത്താരികൾ നടത്തുന്ന ആളുകൾ കാണാതെ പോകുന്നത്. ഞാനിന്ന് CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് മെമ്പറും എൻ്റെ സുഹൃത്തുമായിട്ടുള്ള പുത്തലത്ത് ദിനേശൻ്റെ ലേഖനം സൂക്ഷ്മമായി വായിച്ചു നോക്കി. കമ്പോട് ഞാൻ വായിച്ചു. അതിനകത്ത് മോദി സർക്കാർ എത്രയേറെ ഫാസിസ്റ്റാണ്, അവർ ചെയ്തുകൊണ്ടിരിക്കുന്ന ഫാസിസ്റ്റ് നടപടികളാണ് എന്നൊക്കെ പാർട്ടി കോൺഗ്രസ് രേഖയിൽ എണ്ണി പറയുന്നതിന് സൂചിപ്പിക്കുന്നുണ്ട്. ഞാൻ ഈ പാർട്ടി കോൺഗ്രസിന് വേണ്ടി അവതരിപ്പിക്കുന്ന കരട് പ്രമേയം സൂക്ഷ്മമായി വായിച്ചു നോക്കി.
അതിനകത്ത് മോഡി സർക്കാർ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നടപടികൾ എത്രമാത്രം ഫാസിസ്റ്റാണ്, എത്രമാത്രം ജനാധിപത്യ വിരുദ്ധമാണ്, എത്രമാത്രം സ്വേച്ഛാധിപത്യ വിരുദ്ധമാണ്, എത്രമാത്രം കോർപ്പറേറ്റ് അനുകൂല നയങ്ങളാണ് എന്നൊക്കെ വളരെ കൃത്യമായി ആ രേഖയ്ക്കകത്ത് വിശദീകരിക്കുന്നുണ്ട്. അപ്പോൾ കാര്യങ്ങൾ അറിയാത്തതിൻ്റെ പ്രശ്നം CPM-ന് ഇല്ല. കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് CPM-ന് അറിയാം. ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന മോദി സർക്കാരിനെ നേരിടുന്നത് എങ്ങനെ എന്ന പ്രശ്നം വരുമ്പോഴാണ് അവിടെ CPM നേതൃത്വം മൗനം പാലിക്കുകയാണ് ചെയ്യുന്നത്. അവിടെ തൊഴിലാളി കർഷക സഖ്യത്തിലൂടെ ഈ ഗവൺമെന്റിനെ താഴെത്തറക്കാൻ പറ്റുമെന്നൊക്കെയുള്ള ഒരിക്കലും നടപ്പിലാകാത്ത, ആരെങ്കിലും കേട്ടാൽ ചിരിച്ചു പോകുന്ന രൂപത്തിലുള്ള മറുപടികൾ പറയുകയാണ് അവർ ചെയ്യുന്നത്. ഇതാണ് ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം. ഇനി കുറച്ചുകൂടി നമ്മൾ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചെല്ലുമ്പോൾ എന്തുകൊണ്ടാണ് കോൺഗ്രസ് പോലുള്ള ഒരു ഇന്ത്യയിലാകെ ബഹുജന സ്വാധീനമുള്ള ഒരു രാഷ്ട്രീയ പാർട്ടിയെ, ആ രാഷ്ട്രീയ പാർട്ടിയുമായി ചേർന്നുകൊണ്ട് BJP-യെ താഴെ തറക്കുന്നതിന് വേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നടത്താൻ കഴിയില്ല എന്ന് നമ്മൾ അന്വേഷിച്ചാൽ, അല്ലെങ്കിൽ നമ്മൾ ചോദിക്കുമ്പോൾ അതിന് CPM പറയുന്നൊരു മറുപടിയുണ്ട്. CPM പറയുന്ന മറുപടി എന്ന് പറഞ്ഞാൽ CPM-ൽ എല്ലാവരും പറയുന്ന മറുപടി അല്ല. CPM-ന്റെ കേരള ഘടകം, ആ കേരള ഘടകത്തിൻ്റെ നിലപാടുകളോട് ചേർന്ന് നിൽക്കുന്ന പ്രകാശ് കാരാട്ടി വിഭാഗം, ഇവരൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന മറുപടി എന്താണ്? കോൺഗ്രസ് എന്ന് പറയുന്ന ഒരു ബൂർഷ്വാ രാഷ്ട്രീയ പാർട്ടിയാണ്, പുത്തൻ സാമ്പത്തിക നയം നടപ്പിലാക്കുന്നതിന് നേതൃത്വം കൊടുത്തിട്ടുള്ള പാർട്ടിയാണ്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെയും BJP-യുടെയും സാമ്പത്തിക നയങ്ങൾ ഒന്നാണ്. ഈ കോൺഗ്രസ് പിന്തുടർന്ന സാമ്പത്തിക നയങ്ങളുടെ കൂടി ഫലമായിട്ടാണ് ഇന്ത്യ രാജ്യത്ത് BJP അധികാരത്തിൽ വന്നത്. അതുകൊണ്ട് BJP അധികാരത്തിൽ ഇറക്കാൻ അതേ നയങ്ങളുള്ള കോൺഗ്രസുമായി ചേർന്ന ഒരു രാഷ്ട്രീയ സമരസഖ്യം സാധ്യമല്ല. ഇതാണ് നമ്മൾ കേട്ടാൽ വളരെ ശരിയാണെന്ന് തോന്നും. സത്യത്തിൽ ഇത് ഏത് തരത്തിലുള്ള വിശകലനമാണ്? ഫാസിസത്തിനെതിരായിട്ടുള്ള സമരം എന്ന് പറഞ്ഞാൽ ജനാധിപത്യം സംരക്ഷിക്കുന്നതിനുള്ള സമരമാണ്, അല്ലാതെ തൊഴിലാളികളുടെ അവകാശങ്ങളോ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ ദാരിദ്ര്യം പരിഹരിക്കുന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളോ അങ്ങനെയൊന്നുമല്ല. തീർച്ചയായും ഇടതുപക്ഷത്തിന് അത്തരം കാര്യങ്ങളിലൊക്കെ കൃത്യമായ നിലപാടുണ്ട്. ഇടതുപക്ഷം അത്തരം നിലപാടുകളെടുത്താണ് പ്രവർത്തിക്കുകയും ചെയ്യുക. അത് ശരിയാണ്. പക്ഷേ ഇവിടെ പ്രശ്നം എന്താണ്? ഇവിടെ ചുമരുണ്ടെങ്കിലല്ലേ ചിത്രം വരയ്ക്കാൻ പറ്റൂ. ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണ്ടേ? ഇന്ത്യ എന്ന് പറയുന്ന രാജ്യത്തെ നിലനിർത്തുകയും ജനാധിപത്യ സംവിധാനത്തെ നിലനിർത്തുകയും ചെയ്തതിന് ശേഷം ഓരോ സർക്കാരിൻ്റെയും സാമ്പത്തിക നയങ്ങളെ നമുക്ക് തുറന്നു കാട്ടുകയും തെറ്റായ സാമ്പത്തിക നയങ്ങൾക്കെതിരായി ശരിയായ സമരങ്ങൾ നമുക്ക് ആരംഭിക്കുകയും ചെയ്യാം. പക്ഷേ ഇതൊക്കെ നടക്കണമെങ്കിൽ ഇന്ത്യ എന്ന് പറയുന്ന രാജ്യം നിലനിൽക്കണം. ജനാധിപത്യ വ്യവസ്ഥ തന്നെ അട്ടിമറിക്കപ്പെടുന്ന, അത് ഇല്ലാതാക്കപ്പെടുന്ന ഒരു സ്ഥലത്ത് അവിടെ നിന്നിട്ട് നമുക്ക് ഈ ജനാധിപത്യ വ്യവസ്ഥ ഇല്ലാതാക്കുന്നതൊക്കെ ശരിയാണ്. പക്ഷേ ആ ജനാധിപത്യം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടി ഈ കോൺഗ്രസുമായി സഹകരിക്കാൻ പറ്റില്ല, കാരണം അവരുടെ നയം ഒന്നാണ് എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള മാർക്സിസ്റ്റ് ആശയവുമായി ബന്ധപ്പെട്ടതാണ് എന്ന് വിശദീകരിക്കാമോ? CPM-ന് വിശദീകരിക്കാൻ പറ്റുമോ? ഇനി നമ്മൾ സാമ്പത്തിക നയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്കൊന്ന് കടന്നാലോ? സാമ്പത്തിക നയത്തിൻ്റെ ഉള്ളടക്കത്തിലേക്ക് കടന്നാൽ എങ്ങനെയാണ് ഇത്തരമൊരു സാമ്പത്തിക നയത്തിലേക്ക് ഇന്ത്യ എത്തിയത്? ഞാൻ അതിൻ്റെ വിശദാംശങ്ങളിലേക്കൊന്നും ഇപ്പോൾ പോകുന്നില്ല. പക്ഷേ നമുക്ക് നോക്കാം. ഇപ്പോൾ കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങൾ, അത് ഈ പറയുന്നത് പോലെ കോൺഗ്രസിൻ്റെയും BJP-യുടെയും ഒരേ സാമ്പത്തിക നയമാണെന്നാണല്ലോ പറയുന്നത്. ശരി, ഒരു വാദത്തിന് വേണ്ടി അങ്ങനെ അംഗീകരിക്കാം. അങ്ങനെ അംഗീകരിച്ചാൽ പിന്നെ ആരുമായി ചേർന്നാണ് ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടികൾ ഈ ഫാസിസ്റ്റ് സഖ്യത്തെ താഴെ ഇറക്കാൻ ഉള്ള പ്രവർത്തനങ്ങൾ മുന്നോട്ട് കൊണ്ടുപോവുക? CPM എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് ഒറ്റയ്ക്ക് നിർവഹിക്കാൻ സാധിക്കുമോ? ഇന്ത്യയിൽ ഇടതുപക്ഷം മാത്രം വിചാരിച്ചാൽ ഈ ഒരു പ്രവൃത്തി നിർവഹിക്കാൻ സാധിക്കുമോ? സാധിക്കുമെന്ന് തലയ്ക്കകത്ത് ആൾപ്പാർപ്പുള്ള ഏതെങ്കിലും ഒരു മനുഷ്യന് പറയാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നില്ല. കഴിയില്ല എന്നതൊരു വസ്തുതയാണ്. അത് അങ്ങനെ കഴിഞ്ഞില്ലെങ്കിൽ വേണ്ട, ഞങ്ങൾ മറ്റവരുമായി ആരുമായും സഹകരിക്കാൻ തയ്യാറല്ല എന്ന് പറയുന്നതിൻ്റെ അർത്ഥം മോദി ഭരണം തുടരട്ടെ എന്നാണ്. മാർക്സിസം എന്ന് പറയുന്നത് വസ്തുനിഷ്ഠമായി കാര്യങ്ങൾ മനസ്സിലാക്കുന്ന ഒരു ദർശനമാണ്. അപ്പോൾ സ്വാഭാവികമായും മോദി ഗവൺമെന്റിനെ താഴെത്തിറക്കുന്നതിന് വേണ്ടിയുള്ള ഈ തരത്തിലുള്ള മുന്നണികളെ ദുർബലപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം മോദി ഗവൺമെന്റ് തുടരട്ടെ എന്നാണ്. ഈ ഒരു നിലപാട് സ്വീകരിച്ച് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾക്ക് മുന്നോട്ട് പോകാൻ കഴിയുമോ? ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമല്ലേ? ഇനി ഞാൻ ചോദിക്കട്ടെ, കോൺഗ്രസിനെ ഉപേക്ഷിച്ചാൽ ഈ സമരസഖ്യത്തിലേക്ക് CPM പ്രതീക്ഷിക്കുന്നത് ആരെയാണ്? CPM പറയാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിക്കാം, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളുമായി സഹകരിച്ച് സഖ്യം ഉണ്ടാക്കാം. ഈ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ എന്ന് പറയുന്നവരുടെ സാമ്പത്തിക നയം എന്താണ്? കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയത്തിൽ നിന്ന് വ്യത്യസ്തമായ ഒരു സാമ്പത്തിക നയം മുന്നോട്ട് വെക്കുന്ന ഒരു പ്രാദേശിക രാഷ്ട്രീയ പാർട്ടിയെ കാണിച്ചു തരുമോ? ഇതാ നമ്മൾ വളരെ സഖ്യത്തിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ടപ്പുറത്ത് സ്റ്റാലിൻ
തമിഴ്നാട്ടിലെ സ്റ്റാലിൻ്റെ സാമ്പത്തിക നയം എന്താണ്? സ്റ്റാലിൻ്റെ സാമ്പത്തിക നയം എന്താണ്? ബംഗാളിലെ മമതാ ബാനർജിയുടെ സാമ്പത്തിക നയം എന്താണ്? ഭഗവത് സിംഗ്മാൻ്റെ സാമ്പത്തിക നയം എന്താണ്? കേജ്രിവാളിൻ്റെ സാമ്പത്തിക നയം എന്തായിരുന്നു? ഇതൊക്കെ പുത്തൻ സാമ്പത്തിക നയമല്ലേ? പുത്തൻ സാമ്പത്തിക നയത്തിൻ്റെ സവിശേഷതകൾക്കനുസരിച്ച് തന്നെയല്ലേ അവർ നിൽക്കുന്നത്? ഇവരാരെങ്കിലും ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങൾ പിന്തുടരുന്നവരാണോ? കോൺഗ്രസ് പുത്തൻ സാമ്പത്തിക നയങ്ങൾ, പുത്തൻ പുതിയ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളാണ് കോൺഗ്രസ് സ്വീകരിക്കുന്നത്, അതുകൊണ്ടാണ് കോൺഗ്രസുമായി ഞങ്ങൾ കൂട്ടിത്തൊടാത്തത് എന്ന് പറയുമ്പോൾ അതേ സാമ്പത്തിക നയങ്ങൾ തന്നെയാണ് ഇന്ത്യയിലെ പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികളും സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി അതിരിക്കട്ടെ, ഇവരെയൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞ് ഈ സാമ്പത്തിക നയങ്ങൾക്കെതിരായി സംസാരിച്ചുകൊണ്ടിരിക്കുന്ന CPIM എന്ന് പറയുന്ന CPM ഭരിക്കുന്ന സംസ്ഥാനമാണല്ലോ കേരളം. കേരളത്തിലെ സാമ്പത്തിക നയം എന്താണ്? കേരളത്തിൽ CPIM നടപ്പിലാക്കുന്ന സാമ്പത്തിക നയം എന്താണ്? അത് ഉദാരവൽക്കരണ നയമല്ലേ? ഇന്ത്യ രാജ്യത്ത് നമ്മൾ നരേന്ദ്രമോദിയെക്കുറിച്ച് പറയുമ്പോൾ അത് ഈ പറയുന്ന അദാനി പോലുള്ള കോർപ്പറേറ്റുകളുമായി സന്ധി ചെയ്തു പോകുന്ന ഒരു സർക്കാരാണ്. അദാനിയുടെ ലാഭം കുന്നുകൂട്ടുന്നതിന് വേണ്ടി പ്രവർത്തിക്കുകയാണ് നരേന്ദ്രമോദി ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ വിമർശിക്കാറുണ്ട്. വസ്തുതയുമാണോ? ഞാൻ ചോദിക്കട്ടെ, ആ അദാനിയോട് കേരളത്തിലെ CPIMൻ്റെ രാഷ്ട്രീയ നിലപാട് എന്താണ്? അദാനിയുമായി സഹകരിക്കാതെയാണോ ഈ കേരളത്തിൽ ഇടതുപക്ഷം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്? അല്ലെങ്കിൽ കഴിഞ്ഞ 8 വർഷത്തിലധികമായി 9 വർഷത്തോളമായി ഭരിച്ചുകൊണ്ടിരിക്കുന്ന പിണറായി വിജയൻ ഗവൺമെൻറ് പിന്തുടരുന്നത് ഇടതുപക്ഷ സാമ്പത്തിക നയമാണ് എന്ന് ആർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഓരോ രംഗത്തും നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന നയങ്ങൾ നമ്മുടെ വലതുപക്ഷ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കോൺഗ്രസിനെതിരായി ഉന്നയിച്ചിട്ടുള്ള വിമർശനങ്ങൾ എന്താണോ, പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾക്കെതിരായി നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്ന വിമർശനം എന്താണോ, അതേ വിമർശനങ്ങൾ ഒരുപക്ഷെ അതിനേക്കാൾ ശക്തമായി ബാധകമാവുക കേരളത്തിലെ CPIM പോലൊരു ഗവൺമെൻറ്റാണ്. ഞാൻ ഈ ഗവൺമെൻറ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ നടപടികളിലേക്കും ഈ അവസരത്തിൽ പോകുന്നില്ല. ഓരോന്നും നമുക്ക് വേണമെങ്കിൽ പരിശോധിക്കാവുന്നതാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, വേൾഡ് ബാങ്കിൻ്റെ IMFൻ്റെ ഇൻ്റർനാഷണൽ മോണിറ്ററി ഫണ്ടിൻ്റെ ബ്യൂറോക്രാറ്റായിട്ടുള്ള ഉന്നത ഉദ്യോഗസ്ഥയായിട്ടുള്ള ഗീതാ ഗോപിനാഥിനെ ഒരിടതുപക്ഷ ഗവൺമെൻറ് ആ ഗവൺമെൻറ്റിൻ്റെ സാമ്പത്തിക ഉപദേഷ്ടാവായി വെക്കുന്നു എന്ന് പറഞ്ഞാൽ അതിനർത്ഥം എന്താണ്? ഈ കേരളത്തിൽ നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങളാണെന്നാണോ? അല്ലെങ്കിൽ ബദൽ സാമ്പത്തിക നിലപാടാണെന്നാണോ? ഏത് നിലപാടാണോ BJP പിന്തുടരുന്നത്, ഏത് നിലപാടാണോ കോൺഗ്രസ് പിന്തുടരുന്നു എന്ന് CPIM ആക്ഷേപിക്കുന്നത്, അതേ നിലപാടുകൾ തന്നെയാണ് പ്രാദേശിക രാഷ്ട്രീയ പാർട്ടികൾ പിന്തുടരുന്നത്. ഇനി വേറൊരർത്ഥത്തിൽ അതേ നിലപാടുകൾ തന്നെയാണ് CPIM പിന്തുടരുന്നത്. പിന്നെ എന്തടിസ്ഥാനത്തിലാണ് സാമ്പത്തിക മാനദണ്ഡങ്ങളുടെ അടിസ്ഥാനത്തിൽ ഇത്തരം രാഷ്ട്രീയ പാർട്ടികളുമായി സഖ്യം ചേരാനാവില്ല എന്നൊരു നിലപാട് CPIM മുന്നോട്ട് വെക്കുന്നത്? ഇനി നമ്മൾ സാമ്പത്തിക നയത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങളെ പരിശോധിച്ചാലോ? നമുക്കറിയാം, മുതലാളിത്തം എന്ന് പറയുന്നത് സ്റ്റാഗ്നൻ്റായി നിൽക്കുന്നൊരു വ്യവസ്ഥയല്ല, അത് നിരന്തരമായി വളർന്നുകൊണ്ടിരിക്കുന്നൊരു വ്യവസ്ഥയാണ്. ആ വളർച്ചക്കിടയിൽ മുതലാളിത്തം പലതരത്തിലുള്ള പ്രതിസന്ധികളെ നേരിടുന്നുണ്ട്. അത്തരമൊരു പ്രതിസന്ധിയുടെ ഘട്ടത്തിലാണ് 1980കളിൽ ഇന്ത്യയിൽ ലിബറലൈസേഷൻ, ഉദാരവൽക്കരണം എന്ന് പറയുന്ന ഒരു സാമ്പത്തിക നയം ആരംഭിക്കുന്നത്. ആ ഉദാരവൽക്കരണ സാമ്പത്തിക നയം 1990കളാകുമ്പോൾ പുത്തൻ ഉദാരവൽകൃത സാമ്പത്തിക നയമായിട്ട് മാറിത്തീരുന്നു എന്നതാണല്ലോ നമ്മുടെ അനുഭവം. 90കളോടുകൂടി പുതിയ സാമ്പത്തിക നയം വരുന്നു. അതിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് LPG എന്ന ചുരുക്കത്തിലാണ് നമ്മൾ പറയുക. ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ, ഗ്ലോബലൈസേഷൻ, ഈ 3 പ്രവണതകളോട് കൂടിയിട്ടുള്ള സാമ്പത്തിക നയത്തിലേക്ക് പോയി. അത് മുതലാളിത്തത്തിൻ്റെ ഒരു മത്സര സ്വഭാവത്തിൻ്റെ ഭാഗമാണ്. മുതലാളിത്തം മത്സരിക്കുന്നതിൻ്റെ, ആളുകളെ കൊള്ളയടിക്കുന്നതിൻ്റെ, ലാഭം കുന്നുകൂട്ടുന്നതിൻ്റെ ഭാഗമാണെന്നൊക്കെ വളരെ കൃത്യമായും ശരിയായി നമ്മൾ ചൂണ്ടിക്കാണിച്ചു. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ ശരിയായിരിക്കുമ്പോൾ നിങ്ങൾ ആലോചിക്കേണ്ടത്, നമ്മൾ ഈ 3 പതിറ്റാണ്ടിന് ശേഷം 90കളിൽ ആരംഭിച്ച നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കി 30 വർഷങ്ങൾക്ക് ശേഷം നമ്മൾ തിരിഞ്ഞു പരിശോധിക്കുമ്പോൾ ഈ നിയോ ലിബറൽ നയങ്ങൾ നടപ്പിലാക്കി ഇപ്പോൾ ലോകത്ത് അത്തരമൊരു നയത്തിലാണോ ലോകം നിൽക്കുന്നത്? നമ്മുടെ മുമ്പിൽ വന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ എന്തൊക്കെയാണ്? അമേരിക്ക എന്ന് പറയുന്ന രാജ്യം തൊട്ട് അപ്പുറത്ത് മെക്സിക്കോയിൽ നിന്ന് ആളുകൾ ഇങ്ങോട്ട് കടന്നു വരാതിരിക്കാൻ വേണ്ടി അവിടെ വേലി കെട്ടിക്കൊണ്ടിരിക്കുകയാണ്, സൈന്യത്തെ വിന്യസിച്ചുകൊണ്ടിരിക്കുകയാണ്. അമേരിക്കയിലേക്ക് ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങൾ കടന്നു ചെല്ലാതിരിക്കാൻ വേണ്ടി വലിയ ടാക്സ് ചുമത്തുമെന്ന് ട്രംപ് കഴിഞ്ഞ ദിവസമാണ് പ്രഖ്യാപിച്ചത്. ലോകത്തിലെ ഓരോ രാജ്യങ്ങളും അവരുടെ ദേശീയ സമ്പദ് വ്യവസ്ഥകളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഉദാരവൽക്കരണത്തിൻ്റെ ഭാഗമായി മുന്നോട്ട് വെച്ച ആശയങ്ങളെ വലിയൊരു ശതമാനം കൈയൊഴിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു.
ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ട് ലോകമെന്ന് പറയുന്നത് ഒരു യൂണിവേഴ്സൽ വില്ലേജാണ്, ലോകമാകെ ഒരു ഗ്രാമമാണ്, ലോകത്തിലുള്ള എല്ലാവർക്കും എല്ലാവിടെയും പോകാം, എല്ലാവർക്കും ഉൽപ്പന്നങ്ങൾ വിറ്റഴിക്കാം എന്നൊക്കെ നമ്മൾ പറയും. പക്ഷേ ഇന്ന് ലോകത്ത് അത് നടക്കുമോ? ഇന്ത്യയിലേക്ക് ലോകത്തിലെ ഏതെങ്കിലും രാജ്യത്തു നിന്ന് വരുന്ന ഉൽപ്പന്നങ്ങൾ തടയുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ ഉൽപ്പന്നങ്ങളെ സംരക്ഷിക്കുന്നതിന് വേണ്ടി 100-150% ടാക്സേഷൻ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നില്ലേ? ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾ അമേരിക്കയിലേക്ക് വരാതിരിക്കാൻ വേണ്ടി അമേരിക്ക നിലപാടുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നില്ലേ? അതായത് ഗ്ലോബലൈസേഷൻ എന്നൊക്കെ പറയുന്ന ഈ കാര്യങ്ങളൊക്കെ 1990-കളിൽ പ്രഖ്യാപിച്ച ആ നിലയിൽ ഇന്ന് ലോകത്തൊരിടത്തും നടപ്പിലാവുന്നില്ല, അല്ലെങ്കിൽ അതിൽ വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം നമ്മുടെ മുമ്പിലുണ്ട്. LPGയിൽ പ്രൈവറ്റൈസേഷൻ എന്ന് പറയുന്നത് ഒഴിച്ച് ബാക്കി ഒന്നും 90-കളിൽ ഉണ്ടായിരുന്ന സ്ഥിതിയിൽ ഇന്ന് ലോകത്തില്ല. ഇതാണ് നമ്മുടെ മുമ്പിലുള്ള അനുഭവം. ഇനി സാമ്പത്തിക നയം ഈ പറയുന്ന ഈ LPG ഉപേക്ഷിച്ച്, നിയോ ലിബറൽ നയങ്ങളെ ഉപേക്ഷിച്ചിട്ട് പിന്നെ പുതിയ സാമ്പത്തിക നയത്തിലേക്ക് പോകുമ്പോൾ ലോകത്ത് സംഭവിച്ചതെന്താണ്? ലോകത്ത് സംഭവിച്ചത് ഈ മുതലാളിത്തത്തിൻ്റെ ഒരു 2008-ലൊക്കെ ആരംഭിച്ചിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധിയുടെ ഫലമായിട്ട് മുതലാളിത്തം വലിയ പ്രതിസന്ധിയിലേക്ക് ചെന്നപ്പോൾ മുതലാളിത്തം പുതിയ പരീക്ഷണങ്ങൾ നോക്കുകയാണ്. എല്ലാ പ്രതിസന്ധിയുടെ കാലത്തും മുതലാളിത്തം സ്വീകരിച്ചിരുന്ന നിലപാടുകളിലേക്ക് പോവുകയാണ്. അതായത് കോർപ്പറേറ്റ് വൽക്കരണം, ഫാസിസ്റ്റ് വൽക്കരണം, അതായത് നമ്മുടെ പൗരന്മാരുടെ ജനാധിപത്യ അവകാശങ്ങളെല്ലാം റദ്ദ് ചെയ്തിട്ട്, അവരുടെ മൗലിക അവകാശങ്ങളൊക്കെ ഇല്ലാതാക്കിയിട്ട്, അവരുടെ തൊഴിൽ നിയമങ്ങളുടെ എല്ലാം റദ്ദ് ചെയ്തിട്ട്, തൊഴിൽ സംരക്ഷണം മുഴുവൻ ഇല്ലാതാക്കിയിട്ട്, തൊഴിലാളികളെ, കൃഷിക്കാരെയൊക്കെ കൊള്ളയടിച്ച് കോടികൾ സമ്പാദിക്കുന്നതിന് ഏതാനും കുത്തകൾക്ക്, കോർപ്പറേറ്റുകൾക്ക് അനുമതി കൊടുക്കുന്ന ഒരു പുതിയ സാമ്പത്തിക, ഇതാണ് ഫാസിസത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയുന്നത്. ഫാസിസ്റ്റ് ഭരണത്തിൻ്റെ ഭാഗമായിട്ട് നമ്മൾ ക്ലാസിക്കൽ ഫാസിസത്തിൻ്റെ കാലത്ത് നോക്കിയാലും ഇങ്ങനെയാണ്. ഒന്നാം ലോക യുദ്ധം, രണ്ടാം ലോക യുദ്ധം, അതിൻ്റെ ഭാഗമായിട്ടുള്ള സാമ്പത്തിക പ്രതിസന്ധി, ആ സാമ്പത്തിക പ്രതിസന്ധിയിൽ സാമ്രാജ്യത്വ ശക്തികൾ തമ്മിലുള്ള ഭിന്നതകൾ, ഇതിൻ്റെയൊക്കെ തുകയായിട്ടാണ് ജർമ്മനിയിലെ നാസിസം ഒക്കെ ഉണ്ടായി വരുന്നത്. ഹിറ്റ്ലറുടെ നാഷണൽ സോഷ്യലിസ്റ്റ് പാർട്ടിയാണ് ഹിറ്റ്ലറുടേത്, അതിൻ്റെ പേര് പോലും സോഷ്യലിസമാണ്. ഈ ഒരു നിലയിലേക്ക് കാര്യങ്ങൾ വരുന്നത് അന്നുണ്ടായ മുതലാളിത്ത പ്രതിസന്ധിയുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ന് മാർക്സിസ്റ്റുകാർക്ക് സംശയമൊന്നുമില്ലല്ലോ. പുതിയ കാലത്തും അങ്ങനെ തന്നെയാണ്. ലോകത്തിലാകെ നിങ്ങൾ പരിശോധിച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ഗവൺമെൻറ്റുകൾ ഉണ്ടായി വരുന്നുണ്ട്. അത് ഇന്ത്യയിൽ മാത്രം നിൽക്കുന്നൊരു സംഭവമല്ല, പുതിയ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമാണ്. ഈ സാമ്പത്തിക പ്രതിസന്ധിയുടെ ഭാഗമായി നിയോ ലിബറൽ നിലപാടുകളിൽ നിന്ന് കുറേയും കൂടി രൂക്ഷമായ, കുറേയും കൂടി രക്തരൂക്ഷിതമായ ജനാധിപത്യ അവകാശങ്ങൾ റദ്ദ് ചെയ്യുന്ന ഫാസിസ്റ്റ് സ്വഭാവമുള്ള സ്വേച്ഛാധിപത്യ ഗവൺമെൻറ്റുകളായി ലോകത്തിലെല്ലാവരും മാറുകയാണ്. അതിൻ്റെ വക്താവല്ലേ കേരളത്തിൽ, ഇന്ത്യയിൽ ബി ജെ പി ഇന്ന് തുടർന്നത് നവ ഉദാരവൽകൃത നയങ്ങളാണ് എന്ന് പറഞ്ഞാൽ അതിനെന്താണ് അർത്ഥം? നവ ഉദാരവൽകൃത നയങ്ങളൊക്കെ ഉണ്ടാവും, പക്ഷെ അതിനെ മറികടന്നുകൊണ്ട് ഈ പറയുന്ന സ്വേച്ഛാധിപത്യ കോർപ്പറേറ്റ് നയങ്ങൾ, ഹിന്ദുത്വ ആശയങ്ങൾ മുന്നോട്ട് വെച്ചുകൊണ്ട് നടത്തുന്ന നയങ്ങളിലേക്ക് BJP പ്രവേശിച്ചിരിക്കുന്നു. ഇനി കോൺഗ്രസ് അതുപോലൊരു നയം പിന്തുടരുന്ന രാഷ്ട്രീയ പാർട്ടിയാണെന്ന് പറയുന്നതിൽ എന്താ കഥയുള്ളത്? കോൺഗ്രസ് പറയുന്ന രാഷ്ട്രീയ പാർട്ടി മൻമോഹൻ സിംഗിൻ്റെ കാലത്തൊക്കെ സ്വീകരിച്ചിട്ടുള്ള കാര്യങ്ങൾ, ഞാൻ എൻ്റെ ഓരോ വിശദാംശങ്ങളിലേക്കും പോവല്ല, പക്ഷേ ഇന്ത്യയിൽ തൊഴിലുറപ്പ് നിയമങ്ങൾ, തൊഴിലുറപ്പ് സംവിധാനങ്ങൾ കൊണ്ടുവന്നത്, അതുപോലെ തുടങ്ങിയിട്ട് ഒട്ടനവധി പുരോഗമനപരമായ പരിഷ്കാരങ്ങൾ മൻമോഹൻ സിംഗ് ഗവൺമെൻറ് കാലത്ത് വരുന്നുണ്ട്. അതായത് ഒരു ലിബറൽ ബൂർഷ്വാ നിലപാടുകളിലേക്ക് കോൺഗ്രസ്സുമാർ ന്യായ് പദ്ധതി, രാഹുൽ ഗാന്ധി മുന്നോട്ട് വെച്ച ന്യായ് പദ്ധതി പോലുള്ള സംഭവങ്ങൾ, ഇതുപോലുള്ള ഒരുപാട് മാറ്റം കോൺഗ്രസിനകത്ത് ഈ മാറ്റങ്ങളൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് കോൺഗ്രസ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പാർട്ടിയാണെന്നോ ഇടതുപക്ഷ രാഷ്ട്രീയ പാർട്ടിയാണെന്നോ ഒന്നും അവകാശപ്പെടുന്ന അല്ല ഞാൻ. പക്ഷേ ആ കോൺഗ്രസ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ സാമ്പത്തിക നയങ്ങൾക്കകത്ത് വ്യത്യാസം വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. BJP എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിക്കകത്ത് സാമ്പത്തിക നയത്തിൽ വ്യത്യാസങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇതിൻ്റെയൊക്കെ ആകെ തുകയാണ് ലോകത്ത് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയങ്ങൾ ഒന്നാണ്, BJPയുടെ ഒന്നാണ്. അതുകൊണ്ട് കോൺഗ്രസുമായി സഹകരിച്ച് പോകാൻ പറ്റില്ല എന്ന് പറയുന്നത് ഒരു ശുദ്ധ അസംബന്ധമാണ്. അങ്ങനൊരു നിലപാടിൻ്റെ ഭാഗമായി നമുക്ക് നിലനിൽക്കാൻ പറ്റില്ല. സാമ്പത്തിക നയത്തിൽ കോൺഗ്രസിൻ്റെ കൊള്ളരുതായ്മകൾക്കെതിരായി നമുക്ക് ശക്തമായ നിലപാടുകൾ മുന്നോട്ട് വെക്കാം. എപ്പോൾ? ഇന്ത്യയുടെ ജനാധിപത്യ സംവിധാനം നിലനിൽക്കുമ്പോൾ, ഇന്ത്യയിലെ ജനാധിപത്യ ഭരണകൂടങ്ങൾ നിലനിൽക്കുമ്പോൾ, ഇന്ത്യയിൽ ജനാധിപത്യം അട്ടിമറിക്കപ്പെടുന്നൊരു സമയത്ത് ആ ജനാധിപത്യം സംരക്ഷിക്കുന്നതിന് വേണ്ടിയുള്ള സമരത്തിൽ ഞങ്ങൾ കോൺഗ്രസുമായി സഹകരിക്കില്ല എന്ന് പറയുന്നതിൻ്റെ പൊരുൾ എന്ന് പറയുന്നത്, വേറൊരർത്ഥത്തിൽ പറഞ്ഞാൽ BJP ഗവൺമെൻറ്റിന്
ബുദ്ധിമുട്ടുകളില്ലാതിരിക്കുക, അതിനാവശ്യമായിട്ടുള്ള കാവൽക്കാരായി ഇടതുപക്ഷത്തെ ഉപയോഗിക്കുക എന്നാണ്. പ്രായോഗിക രാഷ്ട്രീയ രംഗത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ പരിശോധിച്ചാൽ നമുക്ക് ഒരുപാട് ഉദാഹരണങ്ങൾ കേരളവുമായി ബന്ധപ്പെട്ട് പറയാൻ പറ്റും. ഇവിടെയൊക്കെ ഒരുപക്ഷെ മോദി ഗവൺമെൻറ്റിന് സ്വീകാര്യമാകുന്ന ഒരു നിലപാടുകൾ തന്നെയാണ് കേരളത്തിലെ ഇടതുപക്ഷ ഗവൺമെൻറ്റുകൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഞാനത് ഈ വിഷയത്തിൻ്റെ ഭാഗമല്ലാത്തതുകൊണ്ട് അങ്ങോട്ട് തൽക്കാലം പോകുന്നില്ല. ഇത് നമുക്ക് ആർക്കും പറയാൻ പറ്റും. ഇനി ഉദാരവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയത്തെ എതിർക്കുന്നതിന് വേണ്ടി നമ്മൾ 1990കളിൽ പറഞ്ഞുകൊണ്ടിരുന്ന ഒരുപാട് കാര്യമുണ്ട്. എൻ്റെ ലൈബ്രറിയിൽ പരിശോധിച്ചാൽ 100-500 പുസ്തകം നവ ഉദാരവൽക്കരണത്തിൻ്റെ പ്രശ്നങ്ങളെ വിശദീകരിക്കുന്നുണ്ട്. ചെന്നായ പടിവാതുക്കൽ എന്ന് പറയുന്ന അശോക് മിത്രയുടെ പുസ്തകം മുതൽക്ക് ഒരു 100-500 പുസ്തകങ്ങൾ ഈ നവ ഉദാരവൽക്കരണ സാമ്പത്തിക നയങ്ങളെ എതിർക്കുന്നതിന് വേണ്ടി അന്ന് CPM മുന്നോട്ട് വെച്ചാൽ അതൊന്നും തെറ്റാണെന്ന് പറയല്ലേ ഞാൻ, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കുമ്പോൾ നവ ഉദാരവൽക്കരണത്തിൻ്റെതായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിമർശനം എന്ന് പറയുന്നത് ഇത് മൂന്നാം ലോക രാജ്യങ്ങളിലെ പെരിഫറൽ രാജ്യങ്ങൾ എന്നാണ് നമ്മൾ വിശേഷിപ്പിച്ചത്. പെരിഫറൽ രാജ്യങ്ങളിലെ സമ്പത്ത് ഒന്നാം ലോകത്തിലേക്ക്, സാമ്രാജ്യത്വ രാജ്യങ്ങളിലേക്ക്, അമേരിക്കയിലേക്ക്, യൂറോപ്പിലേക്ക്, അല്ലെങ്കിൽ അതുപോലെ വികസിത മുതലാളിത്ത രാജ്യങ്ങളിലേക്ക്, മൂന്നാം ലോക രാജ്യങ്ങളിലെ സമ്പത്ത് ഊറ്റിയെടുത്ത് ഒഴുകിപ്പോകുന്ന, അങ്ങോട്ട് ഒഴുകി മൂന്നാം ലോക രാജ്യങ്ങൾ കുത്തുവാളയെടുക്കുകയും എന്നാൽ സാമ്രാജ്യത്വ രാജ്യങ്ങൾ തടിച്ചു കൊടുക്കുകയും ചെയ്യുന്ന ഒന്നാണ് നവ ഉദാരവൽക്കരണ നയം എന്നാണ് നമ്മൾ പറഞ്ഞത്. നമ്മുടെ അനുഭവം എന്താണ്? 3 പതിറ്റാണ്ടുകൾക്ക് ശേഷം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ അനുഭവം എന്താണ്? ലോകത്ത് ഒന്നാം ലോക രാജ്യങ്ങൾ നമ്മൾ വിശേഷിച്ച അമേരിക്കയും യൂറോപ്പും അതുപോലുള്ള രാജ്യങ്ങളാണോ ഈ നവ ഉദാരവൽക്കരണത്തിൻ്റെ കാലത്ത് വികസിച്ച് വന്നത്? അങ്ങനെയാണോ? അങ്ങനെയാണ് നമുക്ക് കാണാൻ പറ്റുമോ? മൂന്നാം ലോക രാജ്യങ്ങളായി നമ്മൾ വിശേഷിപ്പിച്ചിട്ടുള്ള ചൈന പോലുള്ള രാജ്യങ്ങൾ അമേരിക്കയോട് മത്സരിക്കാവുന്ന രൂപത്തിൽ വളർന്നു വന്നത് നമുക്ക് കാണാൻ പറ്റും. അന്നത്തെ നിലയിൽ നിന്ന് അമേരിക്ക പിന്നോക്കം പോയതല്ലാതെ മുന്നോക്കം വന്നു എന്നൊരു സാമ്പത്തിക ശാസ്ത്രത്തിനും പറയാൻ പറ്റില്ല. അമേരിക്ക അത്ര സുരക്ഷിതമായ ഒരു സാമ്പത്തിക ഘടനയിലല്ല ഇപ്പം നിൽക്കുന്നത്. അതായത് നമ്മൾ വിചാരിച്ചതുപോലെ തന്നെയാണ് കാര്യങ്ങളെല്ലാം നടന്നെന്ന് പറയാൻ പറ്റില്ല. നിങ്ങൾ ഇന്ത്യയെ നോക്കൂ. ഇന്ത്യയിൽ മനുഷ്യന്മാർ തമ്മിലുള്ള നവ ഉദാരവൽക്കരണത്തെക്കുറിച്ച് നമ്മൾ പറഞ്ഞ വളരെ ശരിയായ ഒരു കാര്യമുണ്ട്. എന്താണ്? ഈ വിഭജനത്തിൻ്റെ ഇത് കൂടി വരും. സ്വത്ത് വിഭജനത്തിനകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാവും. അത് ശരിയാണ്. ദരിദ്രരായിട്ടുള്ള ആളുകൾ കൂടുതൽ ദരിദ്രരായിക്കൊണ്ടിരിക്കും, സമ്പന്നരായിട്ടുള്ളവർ സമ്പന്നരായിക്കൊണ്ടിരിക്കും, അവർ കോടീശ്വരന്മാരായി മാറിക്കൊണ്ടിരിക്കും. അതൊക്കെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. ഈ പറയുന്ന സമ്പത്തിൻ്റെ വിതരണത്തിലെ ഈ അന്തരം കൂടിക്കൊണ്ടിരിക്കുന്നുണ്ട് എന്നത് ശരിയായിരിക്കുമ്പോഴും ഇന്ത്യ പോലൊരു രാജ്യം വികസിച്ച് ലോകത്തെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു എന്നല്ലേ നമ്മളിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ആ ലോകത്തിലെ 5ാമത്തെ സാമ്പത്തിക ശക്തിയായി മാറാൻ പോകുന്നു എന്നല്ലേ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ ഉദാരവൽക്കരണത്തിൻ്റെ നവ ഉദാരവൽക്കരണത്തിൻ്റെ കാലത്തിലല്ലേ ഇത് സംഭവിച്ചത്. അപ്പം ഞാൻ പറയുന്നത് ചില പൊളിറ്റിക്കൽ ഡോഗ്മകളെ വെച്ചുകൊണ്ട് രാഷ്ട്രീയത്തെ വിലയിരുത്തുന്നതിന് പകരം വസ്തുനിഷ്ഠമായ വിലയിരുത്തലുകൾ നടത്താൻ നമ്മൾ ബാധ്യസ്ഥമാണ്. അങ്ങനെ ബാധ്യസ്ഥമാകുമ്പോൾ CPM പോലൊരു രാഷ്ട്രീയ പാർട്ടി കേരളത്തിൽ ഭരണാധികാരത്തിലുള്ളപ്പോൾ പിന്തുടർന്നുകൊണ്ടിരിക്കുന്നത് ഇടതുപക്ഷ സാമ്പത്തിക നയങ്ങളല്ല, മറ്റേത് വലതുപക്ഷ രാഷ്ട്രീയ പാർട്ടികളും ഒരുപക്ഷെ അവർക്ക് പോലും കയ്യറപ്പ് തോന്നുന്ന കാര്യങ്ങൾ കേരളത്തിൽ നടപ്പിലാക്കുന്നതിന് ഒരു ബുദ്ധിമുട്ടും നമുക്കില്ല. നമ്മൾ ഏറ്റവും കൂടുതൽ വിമർശിച്ചുകൊണ്ടിരിക്കുന്ന മോദിയുടെ കൂട്ടുകാരനായിട്ടുള്ള അദാനിയുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാകുന്നതിന് നമുക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. ഏറ്റവും അവസാനത്തെ നമ്മുടെ മൂലധനത്തെ കേരളത്തിലേക്ക് ക്ഷണിക്കുന്ന പ്രവർത്തനത്തിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ നിക്ഷേപം നടത്താം എന്ന് പറഞ്ഞിരിക്കുന്നത് അദാനിയാണ്. അതായത് നമ്മൾ കുറേ ഇടതുപക്ഷ വായത്താരികൾ ഒരു ഭാഗത്ത് നടത്തിക്കൊണ്ടിരിക്കുകയും മറുഭാഗത്ത് അവർ ചെയ്യുന്നതിനേക്കാൾ മോശമായ നിലപാടുകൾ മുന്നോട്ട് വെക്കുകയും ചെയ്യുന്ന സ്ഥിതി നമ്മൾ ആലോചിച്ചേ പറ്റൂ. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ശേഷി ആളുകൾക്കുണ്ട്. അതുകൊണ്ട് കോൺഗ്രസിൻ്റെ സാമ്പത്തിക നയം BJPയുടെ സാമ്പത്തിക നയത്തിന് തുല്യമാണ് എന്ന് പറഞ്ഞുകൊണ്ട് BJPക്കെതിരായ സമരത്തിൽ നിന്ന് കോൺഗ്രസിനെ മാറ്റി നിർത്തണമെന്ന് പറയുന്നതിനകത്ത് ഒറ്റ കാര്യമേ ഉള്ളൂ. ആ കാര്യം എന്ന് പറയുന്നത് BJP ഗവൺമെൻറ്റിന് അലോസരമില്ലാതെ, അവർക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ അവരെ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ നിലപാടുകൾ സ്വീകരിക്കുക. BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയമുണ്ട്. BJP മുന്നോട്ട് വെക്കുന്ന ഒരു രാഷ്ട്രീയം എന്ന് പറയുന്നത് അത് കോൺഗ്രസ് മുക്ത ഭാരതമാണ്. കോൺഗ്രസ് എന്ന് പറയുന്ന സ്വാതന്ത്ര്യ സമരവുമായി ബന്ധപ്പെട്ട മഹാത്മാഗാന്ധിയുടെ നേതൃത്വത്തിൽ വളർന്നു വന്നൊരു പ്രസ്ഥാനം.
ഇന്ത്യ എന്ന് പറയുന്ന ചിഹ്ന ഭിന്നമായി കിടന്നൊരു പ്രദേശത്തെ സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമായി ഏകോപിപ്പിച്ചിട്ടുള്ള മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളിൽ ഒക്കെയായി ബന്ധപ്പെട്ട് വികസിച്ച് വന്നിട്ടുള്ള സ്വാതന്ത്ര്യ സമരത്തിന്റെ മറ്റെന്തൊക്കെ പോരായ്മകൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ഈ നിലയിൽ പൈതൃകമുള്ള ഒരു പ്രസ്ഥാനമാണ് കോൺഗ്രസ്. ആ കോൺഗ്രസിന്റെ ബഹുജന സ്വാധീനം തകർക്കുക, കോൺഗ്രസിനെ രാഷ്ട്രീയ പാർട്ടി എന്നതിൽ ഇല്ലാതാക്കുക എന്നുള്ളത് BJPയുടെ അവരുടെ ഹിന്ദു രാഷ്ട്രം സ്ഥാപിക്കപ്പെടുന്നതിന് മുന്നുപാധിയാണ്. ആർക്കാണ് ഇത് അറിഞ്ഞുകൂടാത്തത്? കോൺഗ്രസ് പോലെ ഒരു രാഷ്ട്രീയ പാർട്ടിയെ തകർത്തുകൊണ്ട് മാത്രമേ BJPക്ക് ഇന്ത്യ രാജ്യത്ത് അല്ലെങ്കിൽ ഹിന്ദുത്വ സംഘപരിവാറിന് ഇന്ത്യയിൽ ഒരു ഹിന്ദു സ്റ്റേറ്റ് സ്ഥാപിച്ചെടുക്കാൻ പറ്റൂ. അതുകൊണ്ട് അവർ കോൺഗ്രസിനെ തകർക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഉത്തരവാദിത്തമായി മുന്നോട്ട് വെക്കുന്നു. അറിഞ്ഞോ അറിയാതെയോ ആ നയം പൂർത്തിയാക്കി കൊടുക്കുന്നതിനുള്ള ചട്ടകങ്ങളായി കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ മാറിത്തീരുന്നു എന്നാരെങ്കിലും ആരോപിച്ചാൽ നമുക്കതിനെന്ത് മറുപടിയാണ് പറയാൻ പറ്റുക? അതിനെന്ത് മറുപടിയാണ് പറയാൻ പറ്റുക? കേരളത്തിലൊക്കെ നമ്മൾ നോക്കിയാൽ അതല്ലേ നമ്മൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനി മറ്റൊരു പ്രശ്നം കൂടിയുണ്ട് ഇതിനകത്ത്. കേരളത്തിൽ ഇന്ത്യ രാജ്യത്ത് നമ്മൾ നോക്കിയാൽ ഇന്ത്യയിൽ CPMന് അധികാരമുള്ള ഏക സംസ്ഥാനം കേരളമാണ്. ആ കേരളത്തിൽ കോൺഗ്രസുമായി മത്സരിച്ചുകൊണ്ടാണ്, കോൺഗ്രസുമായി നിരന്തരം ഏറ്റുമുട്ടിക്കൊണ്ടാണ് CPM എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി വളർന്നത്. തെരഞ്ഞെടുപ്പുകൾ ജയിക്കുന്നത് കോൺഗ്രസിനെതിരായി മത്സരിച്ചിട്ടാണ്. അതുകൊണ്ട് കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം ഉണ്ടാവുക, കേന്ദ്രത്തിൽ കോൺഗ്രസ് ഉൾപ്പെടെ ചേർന്നുകൊണ്ട് ഒരു ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടിയുള്ള ജനാധിപത്യവാദികളുടെ ഐക്യം ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ അതിനർത്ഥം കേരളത്തിലെ ഭരണ സംവിധാനത്തിൽ ചെറിയ അല്ലെങ്കിൽ അതിന് കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുമെന്നാണ്. ഇന്ത്യയിൽ എന്ത് നടന്നാലും ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങൾ എന്തായാലും പ്രശ്നമല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടികളൊക്കെ ചിഹ്ന ഭിന്നമായി അത് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളുടെ നിലയെടുത്ത് നോക്കിയാൽ നമുക്ക് മനസ്സിലാവും. ഡൽഹിയിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ നോട്ടയോട് പോലും മത്സരിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ എത്തി നിൽക്കുന്നു. ഇതൊന്നും നല്ല കാര്യമല്ല, ആർക്കും സന്തോഷം ഉണ്ടാക്കുന്ന കാര്യമല്ല. ആ നിലയിലേക്ക് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ സ്വാധീനം നഷ്ടപ്പെട്ടു പോയാലും കേരളത്തിലെ ഗവൺമെൻറ് നിലനിൽക്കണം. ആ ഗവൺമെന്റിന് നിലനിൽക്കുന്നതിന് വേണ്ടി കോൺഗ്രസിനെ എതിർത്തേ പറ്റൂ. അത്തരമൊരു കോൺഗ്രസുമായി രാഷ്ട്രീയ സഖ്യം പാടില്ല എന്നൊരു നിലപാട് സ്വീകരിക്കുന്നത് നമ്മൾ രാഷ്ട്രീയത്തെ മനസ്സിലാക്കിക്കൊണ്ട് സ്വീകരിക്കുന്ന ഒരു നിലപാടല്ല. രാഷ്ട്രീയ സാഹചര്യങ്ങളെ കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ടല്ല ഇത്തരമൊരു നിലപാട് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. നമുക്ക് വലിയ വാചകമടികളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുക. നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫാസിസത്തിനെ കുറിച്ചൊക്കെ അതിനെക്കുറിച്ചൊക്കെയുള്ള ചർച്ചയ്ക്ക് നമ്മൾ തയ്യാറാണ്. നമുക്ക് എത്ര വേണമെങ്കിൽ ചർച്ച ചെയ്യാം. ഫാസിസത്തെ കുറിച്ചൊക്കെ നമുക്ക് ആഴത്തിൽ പഠിച്ച് ചർച്ച ചെയ്യാം. ഫാസിസത്തിനെ കുറിച്ച് നമുക്ക് ഇടത്തോണ്ട് കുറച്ചൊക്കെ നമുക്ക് വലിയ വലിയ വർത്തമാനങ്ങളൊക്കെ പറയാം. അതൊക്കെ ശരിയാണ്. പക്ഷെ അതൊക്കെ എന്താണ്, ഒരു ഓപ്പറേഷൻ തിയേറ്ററിൽ എന്താണ് ഒരു ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച രോഗി കിടക്കുമ്പോൾ ഡോക്ടർ എന്താണെന്ന് ചോദിച്ചാൽ ആ രോഗിക്ക് ഏതെങ്കിലും തരത്തിൽ ശ്വാസം കൊണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ തൽക്കാലം ചെയ്യാൻ പറ്റുമെന്നാണ്. അതാണ് ഒരു ഡോക്ടറുടെ ചുമതല എന്ന് പറയുന്നത്. മറ്റ് വിഷയങ്ങളൊക്കെ ആ രോഗിയുടെ ശരീരത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. ഹോസ്പിറ്റലിനകത്ത് ഈ കേസ് സ്റ്റഡി നടത്തേണ്ടതുണ്ട്. ഒരു ഡോക്ടർ അവിടെ കുത്തഞ്ഞിട്ട് ഈ ശ്വാസം കിട്ടാത്ത രോഗി, ഹാർട്ട് അറ്റാക്ക് സംഭവിച്ച രോഗി അവിടെ കിടക്കുമ്പോൾ ഒരു ഡോക്ടർ ഇപ്പറ കുത്തഞ്ഞ് ഞാൻ കേസ് സ്റ്റഡി ചെയ്തതാണ് എന്ന് പറഞ്ഞാൽ എഴുതുന്ന കാര്യങ്ങളൊക്കെ ശരി തന്നെയായിരിക്കും. അതുപോലെ CPM ഫാസിസത്തെ കുറിച്ച് സംസാരിച്ചുകൊണ്ടിരിക്കുന്നതൊക്കെ വർത്തമാനം പറയുമ്പോൾ അതൊക്കെ റെഡിയായിരിക്കും. പക്ഷെ പ്രശ്നം എന്താണ്? പ്രായോഗികമായി നേരത്തെ പറഞ്ഞ ഇന്ത്യയുടെ മൂർത്ത സാഹചര്യത്തിൽ സ്വീകരിക്കേണ്ട അടിയന്തര നടപടികൾ അത് ജനാധിപത്യ സംരക്ഷണത്തിൻ്റെതാണ്. ആ ജനാധിപത്യ സംരക്ഷണത്തിന് വേണ്ടി ജനാധിപത്യത്തിൽ തരുമ്പെങ്കിലും വിശ്വാസമുള്ള എല്ലാ രാഷ്ട്രീയ പാർട്ടികളെയും എല്ലാ സംഘടനകളെയും കൂട്ടിയോജിപ്പിക്കുക എന്ന വളരെ ഉത്തരവാദപ്പെട്ട കടമയാണ് ഒരു തൊഴിലാളി വർഗ രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് നിർവഹിക്കാനുള്ളത്. അത് നിർവഹിക്കാതെ BJP ഗവൺമെന്റിന് ബുദ്ധിമുട്ടുകളില്ലാത്ത തരത്തിൽ അവർക്ക് മുന്നോട്ട് പോകാൻ ആവശ്യമായ സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രകാശ് കാരാട്ടിൻ്റെ പ്രസംഗങ്ങളിൽ നമുക്കിത് കാണാൻ പറ്റും. അതിനെതിരായിട്ടുള്ള വലിയ സമരമാണ് കഴിഞ്ഞ 2015 മുതൽ CPMനകത്ത് നടന്നതെന്ന് നമുക്കറിയാം. ആ സമരത്തിനൊടുവിൽ സീതാറാം യെച്ചൂരി എന്ന് പറയുന്ന പാർട്ടിയുടെ ജനറൽ സെക്രട്ടറി ഒരു പ്രത്യേക സമയത്ത് അവിചാരിതമായി രോഗബാധിതനായി മരിച്ചു പോകുന്നു. അങ്ങനെ മരിച്ചു പോയതോടുകൂടി സീതാറാം യെച്ചൂരി ഉൾപ്പെടെ ഉണ്ടാക്കിയെടുക്കാൻ ശ്രമിച്ച ഫാസിസ്റ്റ് വിരുദ്ധ സമരസഖ്യത്തെ തകർത്ത് വീണ്ടും BJPക്ക് മുൻകൈ ഉണ്ടാകുന്ന ഒരു നിലയിലേക്ക് രാഷ്ട്രീയത്തെ മാറ്റാൻ ശ്രമിക്കുന്നത് ഒരു കാര്യത്തിലും ഇടതുപക്ഷ രാഷ്ട്രീയ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി നമുക്ക് കാണാനോ മനസ്സിലാക്കാനോ കഴിയില്ല.